വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വഴി എന്ന് പറയുന്നത് യേശുവാണ്, സത്യം എന്ന് പറയുന്നത് യേശുവാണ്, ജീവൻ എന്ന് പറയുന്നത് യേശു. അപ്പോൾ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കിവിടെ ചാടി എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ സ്റ്റുഡിയോയിൽ, പക്ഷേ പറ്റുന്നില്ല, ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകും. ഇതൊരു ഭയങ്കര സംഭവമാണ്. യോഹന്നാൻ അവതരിപ്പിക്കുന്ന അവതരണം, ന്യായപ്രമാണം മോശെ മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. പറഞ്ഞിരിക്കുന്ന സകലവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഇന്നത്തെ പോഡ്കാസ്റ്റിലും ഇതിനു മുമ്പുള്ള ചില പോഡ്കാസ്റ്റുകൾ ചെയ്തതുപോലെ ഇതിൻ്റെ അവസാനം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇന്നത്തെ പോഡ്കാസ്റ്റ് കാണുക, നോട്ട്സ് കുറിച്ചെടുക്കുക. അവസാനം നൽകുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവർക്ക് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ സോളോ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപ. അതിൻ്റെ പല വശങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിസ്യൂസ് ഓഫ് ഗ്രേസ്. കൃപ എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വേർഡാണ്. ദൈവം നമുക്ക് തന്ന കൃപ, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് എല്ലാം നടക്കുന്നത്. എന്നാൽ ഈ ദൈവകൃപയെക്കുറിച്ച് ഉള്ള ടീച്ചിങ് എടുക്കുമ്പോൾ, മൊത്തം ക്രിസ്തൻഡം എടുത്താൽ, സഭകൾ, ഡിനോമിനേഷനുകൾ എടുത്താൽ, പലരും പല രീതിയിലാണ് ഈ കൃപയെ കാണുന്നത്. ചിലർ കൃപയെ ഒരു എക്സ്ട്രീമിറ്റിയിലേക്ക് കൊണ്ടുപോയി അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക്, അതിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലർ കൃപയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കാതെ വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഈ കൃപ ഈ ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കണം. കൃപ എന്താണ് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് കൃപയുടെ രണ്ട് എക്സ്ട്രീമിറ്റികൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ബാലൻസിൽ നമ്മൾ എത്തിച്ചേരണം. ഇതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഇന്നത്തെ പോഡ്കാസ്റ്റ് ഈ തുടങ്ങി എല്ലാവരും മുഴുവൻ കാണണം. ഒരുപക്ഷെ നീണ്ട പോഡ്കാസ്റ്റുകൾ കണ്ടിരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേഷ്യൻസ് ഇല്ല. ഇന്ന് അങ്ങനത്തെ ഒരു തലമുറയാണല്ലോ. വളരെ വേഗത്തിൽ റീലുകളോ സ്റ്റേറ്റസുകളോ ഒക്കെ ഇങ്ങനെ കണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. പക്ഷേ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള സ്പിരിച്വൽ ഫുഡ് നമുക്ക് കിട്ടിയേ പറ്റൂ. നമ്മുടെ അകത്തുള്ള സ്പിരിറ്റ് മാൻ, ഇന്നർ മാൻ ശരിയായ രീതിയിൽ വളരണമെങ്കിൽ, ഒരു സ്പിരിച്വൽ ജയൻ്റായി നമ്മൾ മാറണമെങ്കിൽ, ആത്മീയ മല്ലനായി മാറണമെങ്കിൽ, നമുക്ക് നല്ല കണ്ടൻറ്റ് നമ്മുടെ അകത്ത് ചെന്നേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ ആദ്യമേയുള്ള റിക്വസ്റ്റാണ്, ഇത് കാണാൻ തുടങ്ങിയവർ ഇതിൻ്റെ ഫുൾ കാണണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ ഒറ്റയിരിപ്പിലിരുന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, കാണുക, എവിടെ വരെ എത്തുമോ അതിൻ്റെ ടൈം സ്റ്റാമ്പ് അല്ലെങ്കിൽ ടൈം കോഡ് എഴുതി വെക്കുക. എത്ര വരെ കണ്ടു, ഏത് മിനിറ്റ് വരെ, സെക്കൻഡ് വരെ കണ്ടു. അതൊരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ നിന്നോ അതിൻ്റെ ഒരല്പം മുൻപിൽ നിന്നോ വീണ്ടും കാണുക. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇത് ഫുൾ കാണണം. കാണുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണം. അതുകൂടാതെ അതിൻ്റെ നോട്ട്സ് നല്ല രീതിയിൽ എഴുതി ഓർഗനൈസ്ഡായിട്ട് എഴുതുന്നവർ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയും വേണം. ഇപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഏത് രാജ്യത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, സ്റ്റേറ്റ് ഈസ്റ്റ് കേരളത്തിൽ നിന്നാണെങ്കിൽ ഏത് ജില്ലയിൽ നിന്നാണ്, നിങ്ങളുടെ മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ദയവായി ഈ സമയത്ത് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തിടണം. നിങ്ങൾ കാണുന്ന സമയവും ഡേറ്റും ഇതിലേക്ക് ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിൽ വേണം ഇടാൻ, ലൈവിലല്ല, കമൻറ്റ് സെക്ഷനിലിടുക. സോ ദാറ്റ് ഈ
കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് നോക്കാനും, ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇത് കണ്ടു, അവരുടെ അനുഭവങ്ങൾ എന്താണ്, ഒപ്പീനിയൻസ് എന്താണ്, ഇതൊക്കെ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കമൻറ്റ് സെക്ഷൻ. അത് നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്, അതുപോലെ ഏത് സമയത്താണ് കാണുന്നത്, ആ ലൊക്കേഷനും വിവരങ്ങളും ഒന്നിടുക. അതിട്ട ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും ഗ്രേസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രേസ്, കൃപ, ഗ്രേസ് എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും ചെയ്യണം. ഗ്രേസ്, കൃപ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ നിങ്ങളുടെ ഭാഷയിൽ ടൈപ്പ് ചെയ്തിടുക. ഇനി നമ്മൾ ഒരു വചനം വായിക്കാൻ പോവുകയാണ്. ദിസ് ഈസ് എൻ ഐ ഓപ്പണർ, ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. ആ വചനം ജോൺ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 14. യോഹന്നാൻ്റെ സുവിശേഷം 1:14. The word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only Son, who came from the Father, full of grace and truth. യോഹന്നാൻ്റെ സുവിശേഷം 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് വന്ന ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. ഒരു ദൃക്സാക്ഷി വിവരണമാണ്, ഐ വിറ്റ്നസ്സാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടു. യോഹന്നാൻ പറയുകയാണ് 17-ാമത്തെ വചനത്തിലേക്ക്, ഇത് 14ആണ്. 17-ാമത്തേതിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു. ഈ ഭൂമിയിലേക്ക് ന്യായപ്രമാണം വന്നത് മോശെ മുഖാന്തരമാണ്. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ 14-ലും 17-ലും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വാക്കുകൾ കൃപയും സത്യവും, കൃപയും സത്യവും 2 പ്രാവശ്യം പറഞ്ഞിരിക്കും. ഇത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് യേശുവിലൂടെയാണ്. ഇതൊരു ഭയങ്കര സംഭവമാണ്. യോഹന്നാൻ അവതരിപ്പിക്കുന്ന അവതരണം, ന്യായപ്രമാണം മോശെ മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു, അഥവാ ന്യായപ്രമാണത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് മോശെയാണ്. എന്നാൽ കൃപയും സത്യവും, എല്ലാവരും ഒന്ന് പറയാമോ, വാഗൊണ്ട് പറയാമോ, കൃപയും സത്യവും. ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും അതൊന്ന് ടൈപ്പ് ചെയ്യണം. ഗ്രേസ് ആൻഡ് ട്രൂത്ത്, കൃപയും സത്യവും. പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രേസ് ആൻഡ് ട്രൂത്ത്, മലയാളത്തിലാണെങ്കിൽ കൃപയും സത്യവും. അത് കമ്പൈൻഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 2ഉം ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്, കൃപയും സത്യവും. ചുരുക്കി പറഞ്ഞാൽ യേശു ഭൂമിയിലേക്ക് വന്ന സമയത്ത് തന്നോടൊപ്പം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന 2 സമ്മാനങ്ങൾ, 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൃപയും സത്യവും. എല്ലാവരും ഒന്ന് വാഗൊണ്ട് പറഞ്ഞേ, കൃപയും സത്യവും. ഇനി നേരത്തെ നിങ്ങൾ നിങ്ങളുടെ ഏത് സ്ഥലത്തു നിന്നാണ് വാച്ച് ചെയ്യുന്നത്, ഏത് സമയത്താണ് വാച്ച് ചെയ്യുന്നത് എന്ന് ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ അതിപ്പോൾ ചെയ്യുക. ഗ്രേസ് എന്ന് നേരത്തെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയവർ കുഴപ്പമില്ല, ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്ന് ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. നോക്കുമ്പോൾ ഒത്തിരി പേര് ടൈപ്പ് ചെയ്തിട്ട് ഞാനെന്തിനാ, നോ, വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ്. അതിനോട് എന്നെ തന്നെ ഞാൻ ബന്ധിപ്പിക്കുകയാണ്. എന്തിനോട്? കൃപയോടും സത്യത്തോടും എന്നെ തന്നെ ഞാൻ കണക്റ്റ് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ നടക്കുന്നത്. സോ കൃപയും സത്യവും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, മോശ എന്നാ കൊണ്ടുവന്നത്? മോശ മലമുകളിൽ കയറി കൽപ്പലകയിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണവുമായി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദ ലോ, ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് തന്നു? കൃപയും സത്യവും നമുക്ക് തന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കൃപ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം മാത്രമല്ല, ഗ്രേസ് ഈസ് എ പേഴ്സൺ. കൃപ ഒരു വ്യക്തിയാണ്. ജസ്റ്റ് ലൈക്ക് ട്രൂത്ത് ഈസ് എ പേഴ്സൺ. യോഹന്നാൻ 14:6 പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വഴി എന്ന് പറയുന്നത് യേശുവാണ്, സത്യം എന്ന് പറയുന്നത് യേശുവാണ്, ജീവൻ എന്ന് പറയുന്നത് യേശു. അപ്പോൾ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സോ യേശു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നു, ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഗ്രേസ് ഈസ് എ പേഴ്സൺ ആൻഡ് ദാറ്റ് ഈസ് ജീസസ്. യേശുവിലൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കൃപയും സത്യവുമാണ്. ദിസ് ഈസ് സോ എക്സൈറ്റിംഗ്.
യേശുവിലൂടെ നമുക്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കിട്ടിയത് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്ന് പറയുന്ന കൽപ്പനകളുടെ ഒരു സമാഹാരവുമായിട്ടല്ല യേശു വന്നത്. അത് മോശയാണ് വന്നത്. മോശ സ്വർഗത്തിൽ പോയിട്ടല്ല അത് കൊണ്ടുവന്നത്, മലമുകളിൽ കയറി കൊണ്ടുവന്നതാണ്. ദൈവമായുള്ള ഓഡിയൻസിൽ തനിക്ക് ലഭിച്ച കൽപ്പനയുമായിട്ട് ഇറങ്ങി വന്നു. എന്നാൽ യേശു ചെയ്തത് കൃപയും സത്യവുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈസ് ദാറ്റ് വണ്ടർഫുൾ? ഞാൻ വീണ്ടും പറയുന്നു, ഇത് മൊത്തം കാണണം. ഞാൻ പലപ്പോഴും ഇതിൻ്റെ വാച്ച് ടൈമൊക്കെ നോക്കുമ്പോൾ ചിലരുടെയൊക്കെ വാച്ച് ടൈം വളരെ കുറവാണ്. കുറച്ച് മിനിറ്റുകൾ, ഇത് ഇത്രയും നേരമൊന്നും എനിക്ക് ഇരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ച് അവരടുത്ത വീഡിയോയിലേക്ക് പോകും. ഈ വീഡിയോ അങ്ങനെ കളയരുത്. കാരണം ഇത് മുഴുവൻ കാണാമെങ്കിൽ ചിലത് നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സോ സ്റ്റേ ബാക്ക്. എത്ര ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും ഓടരുത്. ഇരുന്ന് ഇത് മുഴുവൻ കാണുക. കൃപമേൽ കൃപ കർത്താവ് നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. ഈ പോഡ്കാസ്റ്റ് മുന്നിലേക്ക് പോകുമ്പോൾ 7 വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഒരു സമഗ്രമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ചുണ്ടാകുകയുള്ളൂ. 7 വാക്കുകൾ കുറിച്ച് വെക്കുക. കമൻറ്റ് സെക്ഷനിൽ മിടുക്കന്മാരും മിടുക്കികളും ടൈപ്പ് ചെയ്തിടുക. നമ്പർ 1, റൈച്ചസ്നസ്, നീതി. എല്ലാവരും ഒന്ന് പറഞ്ഞ നീതി. എനിക്ക് അനേക വർഷങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഒരു വാക്കാണ് നീതി. എന്താ നീതി? എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. നീതി, റൈച്ചസ്നസ് ഓഫ് ഗോഡ് ഈസ് എ ഷെയർഡ് മോറൽ ക്വാളിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നമ്മളുമായി പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് റൈച്ചസ്നസ് അല്ലെങ്കിൽ നീതി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റൈച്ചസ്നസ് മീൻസ് അവർ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള നമ്മുടെ ശരിയായ നിലനിൽപ്പ്, ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ നിൽപ്പ് എന്ന് വെച്ചാൽ തെറ്റുകളില്ലാതെ ദൈവമായുള്ള ബന്ധം, മറ്റുള്ളവരുമായുള്ള ബന്ധമെല്ലാം കറക്റ്റാക്കിയുള്ള നമ്മുടെ സ്റ്റാൻഡ്, അതാണ് റൈച്ചസ്നസ്. സിമ്പിൾ ടേംസിൽ പറയുവാണെങ്കിൽ. അടുത്തതാണ് ജസ്റ്റിസ് അഥവാ ന്യായം. ആദ്യം പറഞ്ഞ നീതിയാണ്. ഇനി ബൈബിളിൽ കൂടെ നമ്മൾ കാണുന്ന 7 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞേ? ജസ്റ്റിസ് അഥവാ ന്യായം. ജസ്റ്റിസ് ഇസ് ഗോഡ് ഗിവിങ് വാട്ട് വി ഡിസേർവ്. നമ്മൾ അർഹിക്കുന്നത് നമുക്ക് നൽകുന്നതാണ് ന്യായം. അത് ന്യായമല്ല, അത് അന്യായമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നാം എന്താണോ അർഹിക്കുന്നത് അത് നമുക്ക് നൽകുന്നതാണ് ദൈവത്തിൻ്റെ ന്യായം. അതെന്താണത്? റോമാലേഖനം 6:23 പറയുന്നത് ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. സോ വി റിസീവ് വാട്ട് ഈസ് ജസ്റ്റ്. ന്യായമായി നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് സകലരും ചെയ്യുന്ന പാപത്തിന് ന്യായമായ എന്താണോ കിട്ടേണ്ടത് അത് നൽകുന്ന പരിപാടിയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, ന്യായം. അതേ വചനത്തിൽ തന്നെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, വേജ്. അവിടെ പറയുന്നത് വേജസ് അഥവാ കൂലി. എല്ലാവരും ഒന്ന് പറഞ്ഞു. മൂന്നാമത്തത് കൂലിയാണ്. വേജ് ഈസ് വാട്ട് എ പേഴ്സൺ റിസീവ്സ് ആഫ്റ്റർ എ ഡേയ്സ് വർക്ക്. ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതാണ് കൂലി. അതാണ് റോമാലേഖനം 6:23 പറഞ്ഞത്, ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. മലയാളത്തിൽ സത്യവേദ പുസ്തകത്തിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ലേഷൻ എനിക്കിഷ്ടമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ശമ്പളം എന്ന് പറഞ്ഞാൽ സാലറിയാണ്. സെയിം തന്നെ. ഇപ്പം നമ്മൾ ദിവസ ശമ്പളമുണ്ട്, വീക്കിലി ആഴ്ച തോറുമുള്ള ശമ്പളമുണ്ട്, മാസ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തെ ശമ്പളമൊക്കെ നമ്മൾ കൂട്ടാറുണ്ട്. അതിൽ പാപം ചെയ്താൽ അതിന് ശമ്പളമായിട്ട്, കൂലിയായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? മരണമാണ്. അത് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച പരിപാടിയാണ്. ഇതാണ് മൂന്നാമത്തേത്. എന്താണ്? കൂലി അഥവാ ശമ്പളം. നാലാമത്തേത് ഗിഫ്റ്റ് അഥവാ ദാനം, സമ്മാനം. പച്ച മലയാളത്തിൽ ഗിഫ്റ്റ്. എന്താണ് ഗിഫ്റ്റ്? ഗിഫ്റ്റ് ഈസ് വാട്ട് വി ഗെറ്റ് വിതൗട്ട് എഫേർട്ട് ഓർ വർക്ക്
ഓർ വിതൗട്ട് എനി ബിൽ. ഒരു ബില്ലില്ല, ഒന്നും കൊടുക്കാതെ, നമുക്ക് ഒരു പ്രയത്നമില്ല, ഒരു ജോലി ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ ചുമ്മാ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒന്നാണ് ദാനം, ഗിഫ്റ്റ്, സമ്മാനം. റോമാലേഖനം 6:23 തന്നെ അതും പറയുന്നുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിക്കുന്ന ദാനമാണ് നിത്യജീവൻ. അപ്പം അത് കൂലിയല്ല, നമ്മളത് അർഹിക്കുന്നില്ല. പക്ഷേ ബില്ലില്ലാതെ, ഒന്നും പേ ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതെ, ഫുൾ ഫ്രീ ആയി നമുക്ക് കിട്ടുന്ന ഒന്നാണ് നിത്യജീവൻ. അതിനെയാണ് ദൈവത്തിൻ്റെ ദാനം. ഒത്തിരി ദാനങ്ങളുണ്ട്, അതിലൊന്നാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. അടുത്തൊരു വാക്ക് എഴുതി വെക്കുക, മെർസി അഥവാ കരുണ. കരുണ എന്താണ്? കരുണ മെർസി ഈസ് ഗോഡ് വിത്ത് ഹോൾഡിങ് വാട്ട് വി ഡിസേർവ്. നമ്മൾ അർഹിക്കുന്നത് നമ്മുടെ മേൽ ചുരിയാതെ തടഞ്ഞു നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്ന് വെച്ചാൽ നമ്മൾ അർഹിക്കുന്നത് എന്താണ്? മരണം. നമ്മൾ അർഹിക്കുന്നത് ശിക്ഷ. നമ്മൾ അർഹിക്കുന്നത് നിത്യനരകം. ഇത് നമുക്ക് തരാതെ തടഞ്ഞു നിർത്തുന്നതിനെയാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഇങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ട് ഒരു ലഹരിയുണ്ട്? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇങ്ങനെയുള്ള വാക്കുകളെ ഇഷ്ടമല്ല. അതെന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്ട് റിലീജിയസ് ടേംസ് ആണെന്ന് പറയുന്ന ഒത്തിരി പേർ. പക്ഷേ വെൻ യു ലേൺ ദിസ്, ഇതൊന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം 3:5 പറയുന്നത്, ഹി സേവ്ഡ് us not because of righteous things we had done but because of his mercy. നമ്മളെ കർത്താവ് രക്ഷിച്ചത് എങ്ങനെയാണ്? നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, പകരം അവൻ്റെ കരുണയാലത്രേ. ശരിക്കും നമ്മൾ അർഹിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്, കാരണം എല്ലാവരും പാപം ചെയ്തല്ലോ. എന്നാൽ അതിനെ തടുത്തു നിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. നാം പൊടിയെന്നവൻ ഓർക്കുന്നു, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അർഹിക്കുന്നതിനെ ദൈവം നമുക്ക് നൽകുന്നില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, കർത്താവ് നമ്മെ കരുണയോടെ പൊടിയെന്ന് ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാലാണ് മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അടുത്താണ് ഗ്രേസ്, കൃപ. ഇനി എന്താണ് കൃപ എന്ന് നോക്കാം. ഗ്രേസ് ഈസ് ഗോഡ് ഗിവിങ് വാട്ട് വി ഡു നോട്ട് ഡിസേർവ്. നമ്മൾ അർഹിക്കാത്തതിനെ നമുക്ക് നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ജോലിയെടുക്കാനും വയ്യ, അയാൾക്ക് ഒരു അച്ചീവ്മെൻറ്റുമില്ല, അയാൾ ഒന്നും അർഹിക്കുന്നില്ല, എന്നിട്ടും എന്തെങ്കിലും എടുത്തു നീട്ടിയാൽ ദാറ്റ് ഈസ് കൃപ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മൾ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും നമ്മളെ വിടുവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളും നന്മയും നിത്യജീവനും നിത്യസ്വർഗവും നമുക്ക് നൽകുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് എടുത്ത് ഒരു പാട്ടൊക്കെ പാടി ഒരു ഹാലേലുയൊക്കെ പറഞ്ഞ് ആഘോഷിച്ചിട്ട് തിരിച്ചു വരുന്നത് നല്ലതായിരിക്കും. ഐ ആം റിയലി എക്സൈറ്റഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്താണെന്നൊന്ന് പറഞ്ഞേ. ഇത് കേൾക്കുന്നവർ, മനസ്സിലാക്കുന്നവർ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇതറിയട്ടെ, പഠിക്കട്ടെ. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇത് കാണുന്നവർ കാണും. പക്ഷെ നമ്മുടെ ഇൻട്രാക്ഷനും നമ്മൾ ഈ സരളമായ രീതിയിൽ, ബൈ ദ വേ, ഈ സോളോ പോഡ്കാസ്റ്റിലും നമ്മുടെ ഓപ്പൺ ടോക്കിലും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിഭയങ്കരമായ ഘനമുള്ള ഡീപ്പായ ഹെവിയായ തിയോളജിക്കൽ ട്രൂത്ത്സ് എടുത്തിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാവുന്ന, കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ സരളമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നൊരു പ്രതിഭാസമാണ് ഈ പോഡ്കാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. തുടർന്ന് അങ്ങോട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പലരും ഇന്ന് ഈ ദൈവവചന സത്യങ്ങൾ അകത്തേക്കെടുത്ത്, എൻ്റെ ചങ്കിൻ്റെ അകത്തുനിന്നുള്ള പ്രാർത്ഥനയാണ്, ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ദൈവം എന്നെ അനുഗ്രഹിച്ച എത്ര വലിയ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ മൂഡ് ഓഫ് വിട്ടുപോകും, നിരാശ വിട്ടുപോകും, അതുപോലെ ഡിപ്രഷനൊക്കെ മറന്നുപോകും. ഒരാളെന്നോട് പറഞ്ഞു, ഇപ്പോൾ ഡിപ്രഷനിലിരുന്ന കാലം മറന്നുപോയി. കാരണം ഈ വചനങ്ങളൊക്കെ അങ്ങ് കേട്ട് ലഹരി പിടിച്ചിട്ട് സമയമില്ല ഡിപ്രഷൻ അടിക്കാൻ, സ്ട്രെസ് അടിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല.
ഐ ആം സോ ബിസി വിത്ത് ദ വേർഡ്, ഐ ആം സോ ബിസി വിത്ത് ദ ലോർഡ്. കർത്താവിനോടുകൂടി ഇരിക്കുന്നതും വചനത്തോടുകൂടി ഇരിക്കും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ സമയമില്ല ബാക്കി പരിപാടികൾക്ക്. മൂടഭാഗം സമയമുണ്ടായിട്ട് വേണ്ടേ, പാപം ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. കർത്താവിനോട് കൂടിയുള്ള ഈ സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ ആ നാളുകളൊക്കെ പറന്നു പോയി. ഏത് മൂഡ് ഓഫിൻ്റെയും വിഷാദത്തിൻ്റെയും അതുപോലെ ഡിപ്രഷൻ്റെയും ഡിസപ്പോയിൻമെൻറ്റിൻ്റെയും ഒക്കെ പരിപാടി തീർന്നു. എത്ര പേർ ഹല്ലേലൂയ പറയും? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകൂടിക്കോ. ഈ യാത്രയിൽ, ഈ രക്ഷായാത്രയിൽ, ഈ ആത്മീയ യാത്രയിൽ, ഈ ജീവൻ്റെ യാത്രയിൽ കൂടിക്കോ. ഇത് കാൽവരിയുടെ യാത്രയാണ്. ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് യേശുവാണ്. ജനലക്ഷങ്ങൾ, കോടികൾ പുറകെ പോകുന്നുണ്ട്. ഈ യാത്രയിൽ കൂടിക്കോ. ഇതെത്തിച്ചേരുന്നത് നിത്യതയുടെ തീരത്ത്, സ്വർഗതീരത്ത്, ഏറ്റവും അവസാനം പുതിയ യെരുശലേമിൽ എത്തുന്ന ഒരു വലിയ കൂട്ടമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടെ കൂടിക്കോ, വഴിതെറ്റുകയില്ല. കാരണം ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ മുമ്പിലുണ്ട്. ഏഴാമത്തത് ജസ്റ്റിഫൈഡ് അഥവാ ന്യായീകരിക്കപ്പെടുന്നത്. എന്താണത്? ജസ്റ്റിഫൈഡ് മീൻസ് ജസ്റ്റ് ആസ് ഇഫ് വി നെവർ സിൻഡ്. ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കുക. കുറ്റം ചെയ്തൊരാളാണ്, പക്ഷേ അയാളെ ന്യായീകരിച്ചെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ കുറ്റം വേറെ ആളെടുത്തിട്ട് നമ്മെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തതുപോലെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തെടുക്കുന്നു. കുറ്റവാളിയാണ്, പക്ഷേ അക്വിറ്റ് ചെയ്യുന്നു. എങ്ങനെ അതിനെ പറയേണ്ടത്? കുറ്റവിമോചനം നടത്തി തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്ന പരിപാടിയാണ് ജസ്റ്റിഫൈഡ്. അപ്പോൾ 7 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നുകൂടി ഞാൻ പറയാം, ആർക്കെങ്കിലും മിസ്സായെങ്കിൽ നോട്ട് ചെയ്യണം. നമ്പർ 1 റൈച്ചസ്നെസ്, നീതി. നമ്പർ 2 ജസ്റ്റിസ് അഥവാ ന്യായം. നമ്പർ 3 വേജ് അഥവാ കൂലി. നമ്പർ 4 ഗിഫ്റ്റ്, ദാനം അല്ലെങ്കിൽ സമ്മാനം. നമ്പർ 5 മേഴ്സി, കരുണ. നമ്പർ 6 ഗ്രേസ് അഥവാ കൃപ. നമ്പർ 7 ജസ്റ്റിഫൈഡ് അഥവാ ന്യായീകരിക്കപ്പെട്ടു, കുറ്റവിമുക്തരാക്കപ്പെട്ടു. ഈ 7 കാര്യങ്ങൾ ആദ്യമേ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായ ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി എന്താണ് കൃപ എന്നത്? ഇതിൽ നിന്നൊക്കെ ചിലത് പറഞ്ഞു. കരുണ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാണ് കരുണ, ദൈവത്തിൻ്റെ കരുണ. കൃപ എന്താണ്? നമ്മൾ അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് തന്നതാണ്. ഇതിനെ ചിത്രീകരിക്കാൻ ഞാനൊരു സാധാരണ ഈ ടോപ്പിക്ക് പറയുന്ന സമയത്ത് പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇത് നമ്മുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പ് മെറ്റീരിയലുകളിലും അതുപോലെ നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിലൊക്കെ അനേക പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ബൈ ദ വേ, മോർണിംഗ് ഗ്ലോറി കണ്ടിട്ടുള്ളവർക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് അമേസിങ് ഗ്രേസ്, അതിശയകരമായ കൃപ എന്ന പേരിൽ ഞാനൊരു സീരീസ് ചെയ്തിരുന്നു. കുറേശ്ശെ ആയിട്ടെടുത്ത കൃപയുടെ പല വശങ്ങൾ അന്ന് പഠിച്ചു. അപ്പോൾ കൂടുതൽ വിശദമായി അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി അമേസിങ് ഗ്രേസ് എന്ന സീരീസ് മോർണിംഗ് ഗ്ലോറിയിൽ കാണുക. മീഡിയ ടീം ദയവായി അതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയോ പോപ്പപ്പായിട്ട് ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേക്കണേ. കാരണം ഒത്തിരി പേർക്ക് അതൊക്കെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരു പിതാവ്, ഒരേ ഒരു മകൾ, ഏകജാതനായ പുത്രനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ പിതാവിന് എന്ന് വെച്ചാൽ ഭൂമിയിലുള്ളൊരു പിതാവിൻ്റെ കാര്യം പറയുന്നു. ഏകജാതയായ ഒരു പുത്രിയാണുള്ളത്, ഒറ്റ മോളേ ഉള്ളൂ, വേറെ ആണുമില്ല പെണ്ണുമില്ല ആരുമില്ല. ഈ മോള് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗേൾ, വളർന്നു വലുതായി നല്ലൊരു യുവതിയായി നിൽക്കുന്ന സമയത്ത് ഒരു യുവാവ്, വളരെ ദുഷ്ടനായൊരു യുവാവ് വന്ന് അവളെ റേപ്പ് ചെയ്ത് കൊന്നു. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി അങ്ങനത്തെ വായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇതൊക്കെ ഒത്തിരി വായിക്കുന്നുണ്ട്. ചങ്ക് പിടയുന്ന വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പിതാവിന് ഉള്ള ഏക മകളെയാണ് ഒരു യുവാവ് കൊന്നത്. ഈ പിതാവിൻ്റെ മുമ്പിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. 1, പ്രതികാരം വീട്ടുക. ആ യുവാവ് എവിടെയുണ്ടോ അവനെ കണ്ടുപിടിച്ച് അവനെ കൊല്ലുക, കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഏതെങ്കിലും ഇതിലാണ് കൊന്നുകളയുക. ഞാൻ താലോലിച്ച് വളർത്തിയ എൻ്റെ പൊന്നുമോളെ കൊന്നവനെ
അവൻ ജീവിക്കരുത്, അവൻ ജീവിക്കാൻ അർഹനല്ല. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പലരും ചെയ്യുന്ന രീതി, അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ അവൻ നിയമം എന്തവന് കൊടുക്കുന്നോ അത്, എന്ന് വെച്ചാൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുക, അതിനുശേഷം വിചാരണയിലേക്ക് പോകുക, കോടതി അവന് ന്യായമായത് വിധിക്കട്ടെ. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തേത്, അവനോട് ക്ഷമിക്കുക, വെറുതെ വിടുക, ക്ഷമിച്ച് വിട്ടേക്ക്. അങ്ങനെയുള്ള കേസുകളുണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. ഉദാഹരണത്തിന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് ഒരു പ്രസ്താവന ഇറക്കി. തൻ്റെ ഭർത്താവിനെയും ഗ്രഹാം സ്റ്റെയിൻസിനെയും തന്നോടുകൂടെ ഫിലിപ്പും തിമോത്തിയും തൻ്റെ പൊന്നോമനകൾ 2 പേരെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതൊരു ഭയങ്കര വാർത്തയായിരുന്നു. അങ്ങനെ ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ, forgive him and receive him as his own son. ഇതൊരു കടന്ന കയ്യാണ്, ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ, എൻ്റെ മകളുടെ ഘാതകനെ എനിക്കെൻ്റെ മകനായി കാണാൻ കഴിയുമോ? അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമോ? 4 ഓപ്ഷൻസ്. 1, അവനെ കൊല്ലുക. 2, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. 3, മാപ്പ് നൽകി വിട്ടേക്കുക. 4, പറഞ്ഞേ, അവനോട് ക്ഷമിക്കുക മാത്രമല്ല, അവനെ തൻ്റെ സ്വന്തം പുത്രനായി സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന്, ഏകജാതനായൊരു മകളുണ്ടായിരുന്നു, പോയി, പക്ഷേ അവളെ കൊന്നവനെ സ്വന്തം പുത്രനാക്കി സ്വീകരിച്ച് സ്നേഹിച്ച് തൻ്റെ സ്വത്തിൻ്റെയും സകലത്തിൻ്റെ അവകാശിയാക്കി മാറ്റുക. ഈ 4 ഓപ്ഷനാണ്. ഇനി എൻ്റെ കണ്ണിലേക്ക് നോക്കുക. നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മോട് ചെയ്തത് ഇതാണ്. ഓ മൈ ഗോഡ്, നാം ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു, അവനെ വെറുപ്പിച്ചവനാണ്. ലോകത്തെ സ്നേഹിച്ച് പിശാചിൻ്റെ പുറകെ, ജഡത്തിൻ്റെ പുറകെ ജീവിച്ച് ഒരു തരത്തിലും മരണവും നിത്യനരകവുമല്ലാതെ അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പോരാ എന്ന രീതിയിൽ ജീവിച്ച നമ്മെ, ഇനി പറയുന്നത് ഇത്തിരി ശ്രദ്ധിക്കണം. ഐ ബിക്കം റിയലി ഇമോഷണൽ. തൻ്റെ ഏകജാതനായ പുത്രനെ കൊന്നത് നമ്മളാണ്. ഞാൻ കാരണമാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. തൻ്റെ സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ കൊന്ന നമ്മെ സ്വന്തം മക്കളാക്കി സ്വീകരിച്ചിട്ട് അവൻ്റെ സ്വത്തിന് അവകാശികളാക്കി അവൻ്റെ ഭവനത്തിലേക്ക് നമ്മെ കൈക്കൊണ്ടു. അത് 10 വർഷത്തേക്കോ 30 വർഷത്തേക്കോ അല്ല, നിത്യകാലം അവൻ്റെ പ്രിയ മക്കളാക്കി നമ്മെ മാറ്റി. ഈ പിതാവ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന 4ാമത്തേത് സ്വർഗത്തിലെ പിതാവ് സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ. ഓ മൈ ഗോഡ്, അങ്ങനെയാണ് നമ്മൾ ദൈവകൃപയിൽ വന്നത്. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അയ്യോ, സോളോ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും ഈ സമയത്ത് കൈകളൊന്ന് ഉയർത്തി ചില നിമിഷങ്ങൾ സ്വർഗത്തിലെ പിതാവിന് നന്ദി പറയാമോ? താങ്ക് യു ഹെവൻലി ഫാദർ. താങ്ക് യു ഫോർ ദിസ് അമേസിങ് ഗ്രേസ്. താങ്ക് യു ഫോർ ദിസ് അമേസിങ് ലവ്. താങ്ക് യു ഫോർ ദിസ് അമേസിങ് ഗിഫ്റ്റ്. തുടർന്നുള്ള സമയത്ത് നമ്മൾ ഈ ഗ്രേസ് എന്താണ് എന്നൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോവുക. ഒത്തിരി ദീർഘമായൊരു പോഡ്കാസ്റ്റ് അല്ല ഇതെങ്കിലും, അമേസിങ് ഗ്രേസ് പല ആഴ്ചകൾ കൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു തീർത്തത്. എന്നാൽ അതിനേക്കാൾ വ്യത്യസ്തമാണിത്. ഇതിലൊരല്പം കൂടെ വേറെ ചില കാര്യങ്ങൾ ഞാൻ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മുഴുവൻ കാണണം. അതിനിടയിലൊന്ന് എല്ലാവരും ദയവായി നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അമേസിങ് ഗ്രേസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിശയകരമായ ദൈവകൃപ ടൈപ്പ് ചെയ്യുക. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഒരാൾക്ക് തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യട്ടെ, നോ പ്രോബ്ലം. ചിലരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, അവർക്ക് പല പ്രാവശ്യം വേഗത്തിൽ ടൈപ്പ് ചെയ്ത് അമേസിങ് ഗ്രേസ് ദൈവകൃപ, അതിശയകരമായ ദൈവകൃപ. ഈ അമേസിങ് ഗ്രേസിന് 2 വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നാണയം എടുത്താൽ അതിന് ഇപ്പുറം ഒരു ഹെഡും ടെയിലും ഉള്ളതുപോലെ അപ്പുറം ഇപ്പുറം എന്നതുപോലെ 2 വശങ്ങളുണ്ട്. എത്ര പേർക്ക് ഇതൊക്കെ കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്?
രണ്ട് വശങ്ങൾ ഇത്രയേ ഉള്ളൂ. എഴുതി വെക്കുക. സേവിങ് ഗ്രേസ്, സസ്റ്റെയിനിങ് ഗ്രേസ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. സേവിങ് ഗ്രേസ്, സസ്റ്റെയിനിങ് ഗ്രേസ്. എൻ്റെ മലയാളം: രക്ഷിക്കുന്ന കൃപ, നിലനിർത്തുന്ന കൃപ. രക്ഷിക്കുന്ന കൃപ, നിലനിർത്തുന്ന കൃപ. ഇനി എഴുത്തൊന്ന് നിർത്തിയിട്ട് കൈ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇടത് കൈ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് പറയുക, രക്ഷിക്കുന്ന കൃപ. ഇനി വലതുകരം ചലിപ്പിച്ചിട്ട് പറയുക, നിലനിർത്തുന്ന കൃപ, അഥവാ താങ്ങി നിർത്തുന്ന കൃപ, അല്ലെങ്കിൽ വഴി നടത്തുന്ന കൃപ. ഇടതെന്താണെന്നുകൂടി പറഞ്ഞേ. രക്ഷിക്കുന്ന കൃപ, നിലനിർത്തുന്ന കൃപ, അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന കൃപ, അല്ലെങ്കിൽ വഴി നടത്തുന്ന കൃപ. ഓ മൈ ഗോഡ്, ഇത് രണ്ടും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് രക്ഷിക്കുന്ന കൃപ? ഈസ് ദ ഇനീഷ്യേറ്ററി ആക്ട് ഓഫ് ഗോഡ് ടു ഗിവ് എ സാൽവേഷൻ ആസ് എ ഗിഫ്റ്റ്. ആദ്യമായി നമ്മൾ പാപങ്ങളോർത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നടന്ന ആ നിമിഷം. ചിലരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അത് നടന്നു കാണില്ല. ഇതെന്താണെന്നൊന്നും മനസ്സിലായാലും കുഴപ്പമില്ല. ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. രക്ഷ സൗജന്യമായി നമുക്ക് തന്ന ആദ്യത്തെ ദൈവകൃപയുടെ രംഗപ്രവേശം. ഹി ഫ്രീലി forgives our sins and gives us eternal life. സൗജന്യമായി നമ്മുടെ എല്ലാ പാപങ്ങളും, ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ എല്ലാ പാപങ്ങളും, എല്ലാവരും ഒന്ന് പറഞ്ഞ്, എല്ലാ പാപങ്ങളും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഓൾ ആർ സിൻസ്. എല്ലാ പാപങ്ങളും, നമ്മുടെ സകല പാപങ്ങളും അവൻ നമ്മോട് ക്ഷമിക്കുന്നു. സൗജന്യമായി ക്ഷമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സേവിങ് ഗ്രേസ്. എന്നാൽ സസ്റ്റെയിനിങ് ഗ്രേസ് എന്താണെന്നറിയാമോ? സസ്റ്റെയിനിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദ സസ്റ്റെയിനിങ് ഇൻഫ്ലുവൻസ് ടു പ്രിസർവ് അവർ സാൽവേഷൻ. ലഭിച്ച രക്ഷ നഷ്ടപ്പെടാതെ അവസാനം വരെ നിലനിർത്തുവാൻ വേണ്ടി തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് പവർ. അതാണ് സസ്റ്റെയിനിങ് ഗ്രേസ്. അല്ലെങ്കിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന, നിലനിർത്തുന്ന, വീണു പോകാതെ താങ്ങി നിർത്തുന്ന കൃപ. ഒരു ഹല്ലേലൂയ പറയാൻ സമയമായി. പോഡ്കാസ്റ്റാണെന്നൊക്കെ ഞാൻ ചില സമയത്ത് മറന്നുപോകും. പ്രൈസ് ഗോഡ്. അതിലെന്തൊക്കെ പെട്ടിട്ടുണ്ട്? അതിനുശേഷം നമ്മൾ സ്നാനമേൽക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാനമേൽക്കുന്നു, നമുക്ക് ചിലപ്പോൾ ശുശ്രൂഷ ലഭിക്കും, കൃപാവരങ്ങൾ ലഭിക്കും, ജയജീവിതം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വരുന്നു. ഇതെല്ലാം കൂടെ അങ്ങനെ പോയി അവസാനം വരെ, മരണം വരെ നമ്മളെ ഈ ഭൂമിയിൽ താങ്ങി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ പേരാണ് സസ്റ്റെയിനിങ് ഗ്രേസ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഗ്രേസിന് രണ്ട് വശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു നാണയത്തിൻ്റെ രണ്ട് തലങ്ങൾ പോലെ, രണ്ട് വശങ്ങൾ പോലെ. ഒന്ന് സേവിങ് ഗ്രേസ്, രണ്ട് സസ്റ്റെയിനിങ് ഗ്രേസ്. അപ്പോൾ കൃപ ലഭിക്കാൻ വേണ്ടി ആദ്യം നമ്മിലേക്ക് ഇറങ്ങി വന്ന കൃപ, അതുകൂടാതെ നമ്മെ അവസാനം വരെയും നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപ. ഞാനിതൊരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ പോവാം. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നോ, രണ്ട് കാതും തുറന്നിരിക്കട്ടെ. ഗെറ്റ് റെഡി. ഒരാൾ പാപ്പരാണ്, ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ ഭയങ്കര ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് വലിയ ധനികനായ ഒരു വ്യക്തി ചെന്നിട്ട് ഒരു താക്കോൽ അങ്ങെടുത്ത് കയ്യിലേക്ക് കൊടുത്ത്, മെർസിഡസ് ബെൻസിൻ്റെ കീ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഞാനാണ് ആ സ്ഥലത്തെങ്കിൽ ഇത് അനുഗ്രഹത്തേക്കാൾ ഇതൊരു ശിക്ഷയാണ്. കാരണം ഇത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് ഓടിക്കാൻ അറിയില്ല. അതുപോലെ ഇതിൽ ഇന്ധനം നിറക്കാൻ പറ്റില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാറ് ഉടുതുണിക്കും മറുതുണിയില്ലാതെ അർദ്ധപ്പട്ടിണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതിരിക്കുന്ന പാപ്പരായ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നാൽ അതൊരു ശിക്ഷ പോലെയാണ്. ഇതെനിക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് വന്ന ആൾ പറയുന്നത്, പേടിക്കണ്ട, ഇതിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് നിങ്ങൾ എത്ര നാൾ ഓടിക്കണോ അത്രയും നാൾ ഫ്യൂവൽ എക്സ്പെൻസ് ഞാൻ എടുക്കും.
അപ്പോൾ എനിക്ക് ഓടിക്കാൻ അറിയില്ല സാറേ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊരു ഡ്രൈവറെ ഞാൻ തരും. അയ്യോ, ഡ്രൈവറെ തരും, ഓക്കെ. ഇനി പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ടേ, പല എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യണ്ടേ, മെയിൻ്റനൻസ്. അത് പേടിക്കണ്ട, ഞാൻ ചെയ്യും, അതുകൊണ്ടും പേടിക്കണ്ട. എന്തെല്ലാം ഈ കാറ് ഓടിച്ചുകൊണ്ട് നടക്കാൻ ഇതിന് ഇൻഷുറൻസ് വേണോ, എൻ്റെ റോഡ് ടാക്സ് അടക്കണോ, എൻ്റെ ആക്സസറീസ് വേണോ, ഫ്യൂൽ വേണോ, ഡ്രൈവർ വേണോ, മെയിൻ്റനൻസ് വേണോ, എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എങ്ങനെയുണ്ടായിരിക്കും? നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. എത്ര ഭയങ്കര അനുഗ്രഹമാണ്. ഇങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടിയത് കൃപയാൽ. അതായത് ആദ്യമേ നമുക്ക് കിട്ടിയത് ആ മെഴ്സിഡസ് ബെൻസ് കാർ കിട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊരു വലിയ അനുഗ്രഹം, സ്വപ്നം കാണാൻ കഴിയാത്തത്, ആ അവസ്ഥയിൽ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഗിഫ്റ്റ് കിട്ടി. 2, അത് ഓടിച്ചുകൊണ്ട് നടക്കാൻ ആവശ്യമായ സകല ചെലവും സപ്പോർട്ടും കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. എല്ലാവരും ഒന്ന് പറഞ്ഞു വാവ്. അപ്പോൾ ആദ്യം കിട്ടിയത് എന്താണ്? സേവിങ് ഗ്രേസ്. അത് ഗിഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് അയ്യോ രക്ഷ കിട്ടി, പക്ഷേ എനിക്കിതുപോലെ ജീവിക്കാൻ പറ്റുമോ, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ, പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള 1000 ചോദ്യങ്ങളിൽ നമ്മൾ അപ്സെറ്റ് ആകുമ്പോൾ കർത്താവ് നമ്മോട് പറയാം, മക്കളെ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും. ആരാണത്? ഡ്രൈവർ. അദ്ദേഹം ഡ്രൈവർ സീറ്റിലിരുന്ന് എല്ലാം ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളും, സകല സത്യത്തിലും വഴി നടത്തിക്കോളും. ഇനി ആവശ്യമുള്ള ആക്സസറീസ്, ആവശ്യമുള്ള ബ്ലെസ്സിങ്സ് എല്ലാം തരികയാണ്. പവർ വേണോ, പവർ. ഫ്യൂവൽ വേണോ, ഫ്യൂവൽ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ശക്തി ലഭിക്കുന്നു. അതുകൂടാതെ ആക്സസറീസായിട്ട് എന്തെല്ലാം വേണം? ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കിട്ടുന്നു. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കിട്ടുന്നു. അവസാനം വരെ ഇത് ഓടിക്കാനുള്ള സകലവും തരുന്നു. എല്ലാവരും ഒന്നിങ്ങനെ പറഞ്ഞ്, ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് പറയുക സേവിങ് ഗ്രേസ്, ഈ കൈ എടുത്തിട്ട് പറയുക സസ്റ്റൈനിങ് ഗ്രേസ്, മലയാളത്തിൽ പറയുക രക്ഷിക്കുന്ന കൃപ, നിലനിർത്തുന്ന കൃപ. ഇത് രണ്ടും കൂടി കിട്ടിയതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വലിയ കൃപ. ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയാണ് എനിക്കിവിടെ ചാടി എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ സ്റ്റുഡിയോയിൽ, പക്ഷേ പറ്റുന്നില്ല, ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകും. ഇനിയാണ് ഞാൻ പറയട്ടെ, ന്യായപ്രമാണം മോശെ മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. അത് ഒത്തിരി പേരുടെ തലയിലൊരു വലിയ ഭാരമായി, ശാപമായി തീർന്നു. എന്നാൽ കൃപയും സത്യവും യേശു മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൃപ വന്നിറങ്ങിയ ശേഷം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നന്നായി. നമ്മുടെ ഈ തലമുറയിൽ ജീവിക്കുന്നതിലൊരു ഭാഗ്യം വേറെ ഇല്ല. യേശു ഈ ഭൂമിയിൽ വന്ന ശേഷം ജീവിക്കുന്ന തലമുറകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഫ്രീ ആയിട്ട് ഇത് കിട്ടുമല്ലേ. ഇനി വളരെ പെട്ടെന്ന് ലെയേഴ്സ് ഓഫ് ഗ്രേസ്. ഈ കൃപയ്ക്ക് പല അടുക്കുകളുണ്ട്. ഓരോ ലെയറായിട്ട് ഒന്നിനു മുകളിലൊന്നായി പല ലെയറുകൾ, അടുക്കുകളായിട്ട് കൃപ ഇങ്ങനെ വന്ന് നമ്മുടെ മേൽ വീഴുകയാണ്. അതിനെ കൃപമേൽ കൃപ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. പറഞ്ഞ കൃപമേൽ കൃപ, കൃപമേൽ കൃപ. ഇത് പറയുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും നമുക്കറിയാവുന്ന എല്ലാ ഭാഷകളിലും കൃപയെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവകൃപയെക്കുറിച്ചുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, മലയാളികളത് പാടാത്തവരില്ല, ഏത് സഭക്കാരത് പാടാറുണ്ട്. അങ്ങനെ കിടക്കുവാണ്. ആയിരക്കണക്കിന് പാട്ടുകൾ കൃപയെക്കുറിച്ച് നമ്മൾ പാടാറുണ്ട്. പക്ഷേ കൃപ എന്താണെന്ന് വാസ്തവത്തിലൊന്ന് മനസ്സിലാക്കാൻ ഈ സോളോ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് സാധിച്ചാൽ വാവ്, നേടിയെന്ന് ഞാൻ പറയുള്ളൂ. പ്രൈസ് ഗോഡ്. കൃപയുടെ അടുക്കുകൾ, ലെയേഴ്സ് ഓഫ് ഗ്രേസ്. നമ്പർ 1 സാൽവേഷൻ. തീത്തോസിൻ്റെ ലേഖനം 2:11, അപ്പോസ്തലപ്രവൃത്തികൾ 15:21, ഇതിലൊക്കെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ഫൊർഗീവ്നെസ് അഥവാ പാപക്ഷമ കൃപയാൽ നമുക്ക് ലഭിച്ചു. എഫെസ്യ ലേഖനം 1:7. മൂന്നാമത്തേത് വിശ്വാസം. അപ്പോസ്തലപ്രവൃത്തികൾ 18:27. ഫെയ്ത്ത്. കൃപയാലാണ് നമ്മൾ വിശ്വസിച്ചത്. അടുത്തത് ജസ്റ്റിഫിക്കേഷൻ.
നേരത്തെ പറഞ്ഞ നീതീകരണം അഥവാ ന്യായീകരണം. റോമലേഖനം 3:24 അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കോൾ ഓഫ് ഗോഡ്, ദൈവവിളി. ഗലാത്യ ലേഖനം 1:15 പറയുന്നുണ്ട്, ഹി കോൾ മീ ബൈ ഹിസ് ഗ്രേസ്, അവൻ്റെ കൃപയാൽ അവൻ നമ്മെ വിളിച്ചു. ഈ വിളി പോലും നമുക്ക് കിട്ടി, ദൈവവിളി പോലും നമ്മുടെ മേൽ വന്നത് കൃപയാലാണ്. അടുത്തത് എൻകറേജ്മെൻറ്റ് അഥവാ പ്രോത്സാഹനം. 2 തെസ്സലോനിക്കർ 2:16 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേഴ്സ് കിടപ്പുണ്ട്. അതിൽ പറയുന്നത്, ബൈ ഹിസ് ഗ്രേസ് ഗേവ് us ഇറ്റേണൽ എൻകറേജ്മെൻറ്റ്. അതായത് ചിലരൊക്കെ എൻകറേജ് ചെയ്യാൻ ഗ്രേസ് ഉള്ള ഒത്തിരി പേരുണ്ട്. എന്ന് വെച്ചാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ നമുക്കൊരു എൻകറേജ്മെൻറ്റ്. ചിലരോട് നമ്മൾ പറയില്ല, നിൻ്റെ അടുത്ത് വരുമ്പോഴത്തേനൊരു പോസിറ്റീവ് എനർജി ആണല്ലോ എന്ന് വെച്ചാൽ അവരെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ആളുകളാണ്. പക്ഷേ ഇവർ തന്നെ ചില സമയത്ത് നമ്മളെ ഡിസ്കറേജ് ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ഹി ഗിവ്സ് us ഇറ്റേണൽ എൻകറേജ്മെൻറ്റ്, നിത്യമായ പ്രോത്സാഹനം ആണ് അവൻ നമുക്ക് നൽകുന്നത്. അടുത്തത് നമ്പർ 7, സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതയിലെ ശക്തി. ചില സമയത്ത് നമ്മളങ്ങ് വീക്കായിപ്പോവും. എത്ര വലിയ ബലവാനാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മളങ്ങ് ബലഹീനനായിപ്പോവും. ശരിയാണോ? ചില ഏരിയകളിൽ നമുക്ക് സ്ട്രെങ്ത്ത് കാണും, ചില ഏരിയകളിൽ നമുക്ക് വീക്ക്നെസ് കാണും. ഈ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും പലർക്കും പലതാണ്. ആ വീക്ക്നെസ്സിൻ്റെ ഏരിയയിൽ നമ്മളിങ്ങനെ പിടിച്ചെടുക്കും ദൈവത്തിൻ്റെ കൃപ. അതാണ് 2 കൊരിന്ത്യർ 12:9 പറയുന്നത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. ദൈവത്തിൻ്റെ കൃപയാൽ അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ബലഹീനതകളുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ദൈവം തൻ്റെ കൃപയാൽ ബലം ആ ക്യാവിറ്റികളിലൊക്കെ ഫില്ല് ചെയ്ത് തരും. അപ്പം അങ്ങനെ 7 ലെയറുകളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ലെയറുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പോഡ്കാസ്റ്റിൻ്റെ സമയപരിമിതി നിമിത്തം ഞാനങ്ങനെ ഒതുക്കുകയാണ്. 7 എണ്ണം ഞാൻ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുക. ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടണം. എന്തൊക്കെയാണ്? ലെയേഴ്സ് ഓഫ് ഗ്രേസ്. നമ്പർ 1 സാൽവേഷൻ, രക്ഷ. നമ്പർ 2 ഫൊർഗിവ്നെസ് അഥവാ പാപക്ഷമ. നമ്പർ 3 ഫെയ്ത്ത് അഥവാ വിശ്വാസം. നമ്പർ 4 ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം. നമ്പർ 5 കോൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിളി. നമ്പർ 6 എൻകറേജ്മെൻറ്റ് അഥവാ പ്രോത്സാഹനം. നമ്പർ 7 സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ് അഥവാ ബലഹീനതയിലെ ശക്തി. ഇത്രയും കാര്യങ്ങളാണ് ലെയേഴ്സായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതെല്ലാം ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒരു ഹല്ലേലൂയ പറയുക. ആമേൻ. ഇനി ചില ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ക്രിസ്തീയ ജീവിതം തുടങ്ങി വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ദൈവദാസന്മാരാകാം, ശുശ്രൂഷകരാകാം, അല്ലാത്തവരാകാം, ചില സമയത്ത് നമുക്ക് വരുന്ന ചില മാരകമായ ചില സംശയങ്ങളുണ്ട്. പറഞ്ഞോട്ടെ. വിൽ ഗോഡ് ഫൊർഗിവ് മൈ സിൻസ് കമ്മിറ്റഡ് ആഫ്റ്റർ ഐ ഗോട്ട് സേവ്ഡ്? ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പാപം ചെയ്താൽ ദൈവം എന്നോട് ക്ഷമിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം, അതുവരെയുള്ള എല്ലാ പാപവും കർത്താവ് ക്ഷമിച്ചല്ലോ. എന്നാൽ രക്ഷിക്കപ്പെട്ടു, കർത്താവ് ഇത്രയും കോടി പാപങ്ങൾ എന്നോട് ക്ഷമിച്ചു തന്നു, നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ചു, നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു, കൃപയാൽ എന്നെ രക്ഷിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവന്നത് ശരിയാണ്. പക്ഷേ അതിന് ശേഷവും ചിന്തകളിൽ, പലപ്പോഴും വാക്കുകളിൽ, പ്രവൃത്തികളിലൊക്കെ എനിക്ക് പിഴവുകൾ വരുന്നു. ബ്രദറെ, എന്ത് ചെയ്യും? ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഇതിനുത്തരം കാണാൻ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് പോകണം. 8 മുതൽ 11 വരെയുള്ള ഭാഗം. അവിടെ മനോഹരമായ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. അത് മൊത്തം ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഞാൻ വായിക്കുന്നില്ല, മലയാളത്തിൽ വായിക്കാം, ഇംഗ്ലീഷിലുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ നല്ലവരായപ്പോഴല്ല, ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോഴല്ല നമുക്ക് വേണ്ടി യേശു മരിച്ചത്. നാം മഹാപാപികളായി, ദൈവത്തെ കോപിപ്പിച്ച് കോപപാത്രങ്ങളായി, ദൈവത്തിൻ്റെ ശത്രുക്കളായി, ദൈവത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെ ജീവിച്ച ആ കാലത്ത് യേശു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതൊരു എക്സിബിഷനാണ്.
അതൊരു ഡെമോൺസ്ട്രേഷനാണ്, അതൊരു ഡിസ്പ്ലേ ആണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. അതിനുശേഷം അവൻ്റെ രക്തത്താൽ അഥവാ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, ജസ്റ്റിഫിക്കേഷൻ, യേശുവിൻ്റെ ചോരയാണ് നമ്മെ നീതീകരിച്ചത്. യേശുവിൻ്റെ ചോര പറയുന്നു, ഞാൻ ഇവനെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ ഇവനെ ശുദ്ധീകരിച്ചിരിക്കുന്നു, അവൻ്റെ എല്ലാ പാപവും മോചിച്ചിരിക്കുന്നു, അവനിനി പാപിയല്ല, അവനെ വെറുതെ വിട്ടേക്കുക. ഇതാരാ പറയുന്നത്? ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തം അഥവാ ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. അതിനുശേഷം നാം അവനാൽ, അതായത് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പാപികളായി ജീവിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചപ്പോൾ തന്നെ യേശു വന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചു. അതിനാൽ നമുക്ക് മനസ്സിലായി, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിക്കാൻ, ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടതിന് പകരമായി ശിക്ഷിക്കപ്പെടാൻ വിട്ടുതന്നു. റോമാലേഖനം 8:32. ഇനി ഇവിടെ പറയുന്ന അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അഥവാ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ, വിശ്വാസത്തിൽ വന്ന ശേഷവും നമ്മൾ ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് എത്രയധികം അവൻ നമ്മെ അതിൽ നിന്ന് രക്ഷിക്കും, അഥവാ ക്ഷമിച്ച് മുന്നിലേക്ക് വഴി നടത്തും. അടുത്ത കേട്ടോ, ആരും റെഡി? സീറ്റിലേക്കൊന്ന് പിടിച്ചിരുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമ്മൾ ശത്രുക്കളായിരുന്ന സമയത്ത് ഇത്രയും വലിയ രക്ഷ നമുക്ക് കിട്ടി. നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം, അതായത് ദൈവവുമായി നമ്മൾ മിത്രങ്ങളായ ശേഷം, അപ്പനും മക്കളുമൊക്കെ ആയ ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികമായി നാം രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ എത്ര അധികം അവൻ നമ്മോട് ക്ഷമിക്കും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം യേശു കർത്താവാണ്. അവനാണ് നമ്മെപ്പോലെ മനുഷ്യനായി നമ്മുടെ വേദനകളെടുത്ത്, നമ്മുടെ പാപങ്ങളെടുത്ത്, നമ്മുടെ ശാപങ്ങളെടുത്ത്, നമ്മുടെ മരണത്തെടുത്ത്, നമ്മുടെ നെഗറ്റീവായി എല്ലാം ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് നാം ദൈവത്തിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന ഒരു വലിയ ഹല്ലേലൂയ പറയാം. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാനീ പറഞ്ഞു വന്നത്, രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ കർത്താവ് നമ്മോട് ക്ഷമിക്കുമോ? ഉത്തരം, എത്ര അധികം അവൻ നമ്മോട് ക്ഷമിക്കും എന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. എത്ര പ്രാവശ്യം ക്ഷമിക്കും? ഹൗ മെനി ടൈംസ് വിൽ ഗോഡ് ഫോർഗീവ് മീ? അയ്യോ, എത്ര പ്രാവശ്യം ക്ഷമിക്കും? 1, 10, 20, 30, 50, 60, 75, 150, 200? എത്ര പ്രാവശ്യം ക്ഷമിക്കും? ഉത്തരം, n നമ്പർ ഓഫ് ടൈംസ്, എണ്ണമില്ല. അതെങ്ങനെ ബ്രദറിന് മനസ്സിലായി? നിങ്ങളുടെ എൻ്റെ നിലനിൽപ്പ് രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമെന്ന് പറഞ്ഞേ. ഞാനൊരു ചോദ്യം പരസ്യമായി ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമോ? ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടാമോ? അപ്പോൾ 1 വർഷം, 3 വർഷം, 5 വർഷം, 9 വർഷം, 14 വർഷം, 30 വർഷം, 42 വർഷം, 50 വർഷം, 63 വർഷം, എത്രയായാലും ഇട്ടോ. ആ ഇയർ ഒന്ന് ഇട്ട് തരാമോ? പ്ലീസ് ഇട്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വർഷം രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ഈ വർഷങ്ങളിൽ എത്ര പാപം ചെയ്തിട്ടുണ്ട്? എൻ്റെ ബ്രദർ, അതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഓർക്കുന്നു പോലുമില്ല തെറ്റാണെന്ന്. അങ്ങ് ചെയ്തു പോവുക. മനഃപൂർവ്വമല്ല, പലപ്പോഴും ചെയ്തു പോവുക. സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും മനുഷ്യരുടെ പ്രഷറും ഒക്കെ കൊണ്ട് അങ്ങ് ചെയ്തു പോവുക. ഇതൊക്കെ കർത്താവ് എക്സ്ട്രാ ഒരു നോട്ട്ബുക്കിൽ എഴുതി ഇവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുവാണോ? ഇല്ല കുഞ്ഞെ, കർത്താവ് അതെല്ലാം ക്ഷമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത പാപങ്ങളും രക്ഷിക്കപ്പെട്ട ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി പലതും ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ട്. അതും എല്ലാറ്റിനും വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. മറക്കരുത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പാപങ്ങളും
കർത്താവ് ക്ഷമിക്കും. ഓ ഖുഷി ഖുഷി. അയ്യോ, അപ്പം എനിക്കിനി എന്ത് പാവം ചെയ്യാമല്ലോ, കാരണം കർത്താവ് ക്ഷമിക്കുമല്ലോ. എത്ര എല്ലാത്തിനും വേണ്ടി 2000 വർഷം മുമ്പ് കർത്താവ് മരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് പാപം ചെയ്താലും ക്ഷമിക്കുന്നൊരു പിതാവുള്ളത് കൊണ്ട് എനിക്ക് എല്ലാ പാവം ചെയ്യുക, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വരട്ടെ. ബാക്കി എല്ലാ വർഷങ്ങളും ഒന്ന് കാണണമല്ലോ. വെയിറ്റ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, വിൽ ഐ ലൂസ് സാൽവേഷൻ ഇഫ് ഐ സിൻ? രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ പാപം ചെയ്താൽ എൻ്റെ രക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു പോവുമോ? ഒറ്റയടിക്കൊരു ഉത്തരം വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുവാണെങ്കിൽ നോ എന്നാണ് ഉത്തരം. പാപം ചെയ്താൽ ഉടൻ തന്നെ രക്ഷ നഷ്ടപ്പെടുക ഇല്ല. അതെങ്ങനെ അറിയാം ബ്രദറിന്? നമ്മുടെ കേസ് തന്നെ എടുത്താൽ മതി, നിങ്ങളുടെ എൻ്റെയും കേസ് എടുത്താൽ മതിയല്ലോ. പലതും ചെയ്തിട്ട് രക്ഷ നഷ്ടപ്പെട്ടോ? ഇല്ല, രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, അതേ രക്ഷയിൽ, അതേ രക്ഷകനിൽ നമ്മളിപ്പോഴും നിലനിൽക്കുന്നു. അതും ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു ഹല്ലേലൂയ കൂടെ പറയാൻ സമയമായിട്ടുണ്ട്. ആമേൻ. പക്ഷേ 2 രീതിയിലും വചനമുണ്ട്. അഥവാ രക്ഷ ലഭിച്ച ശേഷം നാം പാപം ചെയ്താൽ നമ്മോട് ക്ഷമിക്കും എന്നുള്ളതിനും വചനമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, ചില വചനങ്ങളിൽ പറയുന്നു മനഃപൂർവ്വമായി പാപം ചെയ്താൽ വീണ് പോകാൻ ചാൻസ് ഉണ്ടെന്നും വചനമുണ്ട്. ഇത് നമ്മൾ രണ്ടും ഇന്ന് കൈകാര്യം ചെയ്യുമ്പോൾ വേഗത്തിൽ ഈ രക്ഷ നഷ്ടപ്പെടാൻ ചില വഴികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? റോമാലേഖനം 10:9 അനുസരിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഹൃദയത്തിൽ വിശ്വസിച്ച് കൊണ്ട് ഏറ്റുപറഞ്ഞു. ഇതങ്ങ് തിരിച്ചാൽ, അഥവാ ഹൃദയത്തിൽ നിന്ന് അവിശ്വസിച്ച് കൊണ്ട് യേശുവിൻ്റെ രക്ഷകനല്ല എന്ന് ത്യജിച്ച് പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടും. സിമ്പിൾ ലോജിക്കല്ലേ? അതാണ് ഒരു മാർഗം. എന്നാൽ ചിലരൊക്കെ അറിയാതൊക്കെ ചെയ്തു പോകുന്ന കാര്യമല്ലോട്ടെ ഞാൻ പറയുന്നത്. മനഃപൂർവ്വമായി ഈ രക്ഷകനായ പുത്രനെ തള്ളിപ്പറഞ്ഞാൽ വിശ്വാസത്യാഗം, അതായത് ദൈവം ഫ്രം ഗോഡ് സൈഡ് ഹി വിൽ നെവർ ടേക്ക് ദ സാൽവേഷൻ ബാക്ക്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം ഒരിക്കൽ തന്ന ഗിഫ്റ്റ് തിരിച്ചു പിടിക്കില്ല, മേടിക്കില്ല. ബില്ലില്ലാതെ ദാനമായി സൗജന്യമായി കർത്താവ് നമുക്ക് തന്നു, ഒരിക്കലും തിരിച്ചെടുക്കില്ല. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ദാനത്തെ വലിച്ചെറിഞ്ഞു കളയാം, തന്ന ദാതാവിനെ തള്ളിപ്പറയാം. അപ്പോൾ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം അവനെ കൊണ്ട് ഗലീല കടലിൻ്റെ തീരത്ത് വെച്ച് തിരിച്ച് പറയിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വാക്കുകൊണ്ട് തള്ളിപ്പറഞ്ഞതുകൊണ്ട് വാക്കുകൊണ്ട് തിരിച്ചവനെ സ്വീകരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നമുക്ക് കാണാം. പത്രോസും ശിഷ്യന്മാരെല്ലാവരും പിന്മാറ്റത്തിൽ പോയി. യേശുവിനെ കാണാതെ യേശു ഉയർത്തുന്നിട്ട് ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ജീവിക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ വീണ്ടും മീൻ പിടിക്കാനൊക്കെ പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. അപ്പോഴാണ് യേശു കർത്താവ് അവിടെ വന്നു. പിന്മാറ്റത്തിൽ പോയ ശിഷ്യന്മാരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി കൊച്ചു വെളുപ്പാങ്കാലത്ത് യേശു കർത്താവ് ആ ഗലീല കടലിൻ്റെ തീരത്ത് ഞങ്ങളവിടെ പോയി പല പ്രാവശ്യം പോയി ആ ഭാവമൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്താണെന്ന് പറയപ്പെടുന്നു. അവിടെ ഒരു പാറയുണ്ട്, അവിടെ മെൻസ ക്രിസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഒരു ടേബിളൊക്കെ അവിടെ ഉണ്ടാക്കി ഇവർ വെളുപ്പാങ്കാലത്ത്, അതായത് കർത്താവായിട്ടുള്ള അതൊക്കെ വിട്ടു. എന്ത് ദൈവവേല, എന്ത് ശുശ്രൂഷ, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ജീവിക്കണ്ടേ. അതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പത്രോസും എല്ലാവരും കൂടെ പോയി. പക്ഷേ കർത്താവ് ആ സമയത്ത് എന്താ ചെയ്തതെന്നറിയാമോ? ആ ഗലീല തീരത്ത് അവരെ കാത്തു നിൽക്കുക. എന്നിട്ട് ഇവർ ഈ ഭയങ്കരമായ തണുപ്പത്ത്, അറിയാം, വിറങ്ങലിച്ച് അവർ വന്നു കഴിയുമ്പോൾ വിശക്കുന്നുണ്ടാവും. അതുകൊണ്ട് യേശു കർത്താവ് അവിടെ ഫിഷ് ഗ്രില്ലുണ്ടാക്കുക. കനലിൽ ഫിഷ് ഗ്രില്ലുണ്ടാക്കി റെഡിയായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചോളൂ, മക്കളെ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാൻ. യോഹന്നാൻ 20-21 അങ്ങോട്ട് വായിക്കും. വാ മക്കളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതാണ് യേശു. പിന്മാറ്റത്തിൽ പോയവരെ മടക്കിക്കൊണ്ടുവരുന്ന ഗ്രേസ്, കൃപയും സത്യവും
അവൻ മുഖാന്തരം ഇറങ്ങി വന്നു. എന്ത് സേവിങ് ഗ്രേസ് മാത്രമല്ല, സസ്റ്റൈനിങ് ഗ്രേസ്. പലപ്പോഴും നമ്മൾ പിന്മാറ്റത്തിൽ പോകുമ്പോഴും നമ്മളെ ആ സ്നേഹത്താൽ തിരികെ മാടി വിളിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഗ്രേസ്, ഒരു സ്നേഹം, അതാണ് കർത്താവിൽ നമ്മൾ കാണുന്നത്. താങ്ക് യു ജീസസ് പറയാമോ? ദയവായി ഇതുവരെയുള്ള ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടില്ലെങ്കിൽ പ്ലീസ് താങ്ക് യു ജീസസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? നന്ദി യേശുവേ. നന്ദി ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത ഒരു നിർബന്ധമില്ല. നന്ദി പ്രകാശനമായി ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? താങ്ക് യു ജീസസ്. ചുരുക്കി പറഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയാൽ പോലും വി നീഡ് ഗ്രേസ് ടു കം ബാക്ക്. തിരിച്ചു വരണോ? അതിനും കൃപ വേണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞെട്ടരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പാസ്റ്റർ ഒരു രാജ്യത്തങ്ങ് പ്രസംഗിച്ചു എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ട ശേഷവും നാം പാപം ചെയ്താൽ കർത്താവ് ക്ഷമിക്കും. എത്ര പ്രാവശ്യം ക്ഷമിക്കും? എത്ര പ്രാവശ്യം വേണേലും ക്ഷമിക്കും എന്നൊക്കെ അദ്ദേഹം അങ്ങ് പ്രസംഗിച്ചു. ഈ കൃപയെക്കുറിച്ച് അങ്ങ് ഭയങ്കരമായ എല്ലാ വശങ്ങളും എടുത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് പിന്മാറ്റത്തിൽ പോയാൽ അവൻ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. സഭയിലുള്ള പല ശുശ്രൂഷകരുൾപ്പെടെ പല ആളുകളും പരസ്യമായി നിന്ന് സിഗരറ്റ് വലിക്കാനും ബാറിലൊക്കെ പോയി കുടിക്കാനും തുടങ്ങി. ഇത് ഭയങ്കരമായിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു എന്തും കർത്താവ് ക്ഷമിക്കുമല്ലോ. മാത്രമല്ല പണ്ടത്തെ പാപങ്ങൾ, ഇപ്പോഴത്തെ പാപങ്ങൾ, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഏത് പാപം ചെയ്താലും നല്ലൊരു സൊല്യൂഷൻ കിടക്കുമല്ലോ. 2000 വർഷം മുമ്പ് കർത്താവ് മരിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുകവലിയും മദ്യപാനവും വേണ്ടാത്ത പരിപാടികളെല്ലാം അങ്ങ് തുടങ്ങി. ആ സമയത്ത് ഒരാൾ ചെന്ന് ഇവരോട് രഹസ്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ സൺഡേയിലെ മെസ്സേജിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇവരെല്ലാവരും ഇത് പണ്ട് സീക്രട്ടായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പാസ്റ്റർ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലൈസൻസായി പരസ്യമായിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇത്രയുള്ള സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയെ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസായി ഉപയോഗിക്കരുത്. അതിനല്ല ഈ കൃപ തന്നിരിക്കുന്നത്. കൃപ തന്നിരിക്കുന്നത് പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഗ്രേസ് ടീച്ചിങ്ങിൽ തെറ്റുകളിലേക്ക് ജനം പോകാൻ തുടങ്ങുന്നത്. ഹലോ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ കാലം തുടങ്ങി പറയുന്നൊരു കാര്യം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എൻ്റെ ബോധ്യമാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭയിലെ ടീച്ചിങ്ങിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ കർത്തവ്യം. എക്സ്ട്രീമിറ്റികളിലേക്ക് പോയി ഇംബാലൻസ് വന്ന് പലരും അവരുടെ എന്താണ് അതിനെ പറയുന്നത്, ബാലൻസ് തെറ്റി പലതിലേക്കും പോകുമ്പോൾ ശരിയായ ദിശയിൽ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശരിയായ ആലോചന മനസ്സിലാക്കി മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. റെഡിയാണെങ്കിൽ, സമ്മതമാണെങ്കിൽ ഇവിടെ വെച്ച് ആരും കിട്ടിയരുത്. ബാക്കി ഇവിടെ കേൾക്കുക. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് കയറാൻ പോകുന്നത്. 1 യോഹന്നാൻ 5:18 വായിച്ചു നോക്കിയാൽ, വി നോ ദാറ്റ് എനിവൺ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് കണ്ടിന്യൂ ടു സിൻ. നമുക്കറിയാം ദൈവത്തിൽ നിന്നും ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അങ്ങനെയാണ് മലയാളം ട്രാൻസ്ലേഷൻ. ഇവിടെ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. എനിവൺ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് കണ്ടിന്യൂ ടു സിൻ. പാപം ചെയ്യുന്നതിൽ തുടരുന്നില്ല. ഇതിൽ വ്യത്യാസമുണ്ട്. തുടർച്ചയായി പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും പെട്ടെന്നൊരു തെറ്റുപറ്റി കുറ്റബോധത്തോട് ദൈവത്തിലേക്ക് മടങ്ങി വന്ന കർത്താവെ ക്ഷമിക്കണമേ, എനിക്ക് കൂടുതൽ കൃപ തരണമേ പാപം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലരതിനെ കൃപയെ പാപം ചെയ്യാനുള്ള ഒരു ഫ്രീഡമായി ലൈസൻസായി എടുത്ത് പാപത്തിൽ തുടരുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപത്തിൽ തുടരുന്നില്ല. തെറ്റുപറ്റാം, പക്ഷെ അവർ മടങ്ങി വന്ന് അതിനെ
കറക്റ്റ് ചെയ്യുന്നു, അതിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മഹാകൃപയാൽ കല്ലേറിൽ നിന്നും രക്തപ്പുഴ ഒഴുകി രക്തം വാർന്ന് മരിക്കേണ്ടതിൽ നിന്നും അവളെ കർത്താവ് വിടുവിച്ചു. അതിനുശേഷം പറയുന്നു, ഇനിമേലിൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിട്ടയക്കുന്നു. അതാണ് ഈ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത് പാപത്തിൽ തുടരാൻ വേണ്ടിയിട്ടല്ല, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബി പാർട്ടിൽ പറയുന്നത്, ദ വൺ ഹു വാസ് ബോൺ ഓഫ് ഗോഡ് കീപ്സ് ദം സേഫ്. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നു? കർത്താവ് അവരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ആൻഡ് ദ ഈവിൽ വൺ കനോട്ട് ഹാം ദം. ദുഷ്ടന് അവരെ ഉപദ്രവിക്കാനോ ദോഷം വരുത്തുവാനോ സാധിക്കുകയുമില്ല. അടുത്തൊരെണ്ണം 1 യോഹന്നാൻ 2:1-2. 1 John chapter 2 verse number 1 and 2. My dear children, I write this to you that you will not sin. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ഞാനിത് എഴുതിയിരിക്കുന്നു. But if anybody does sin, we have an advocate with the Father. ഇനി ആരെങ്കിലും പാപം ചെയ്തു പോയെന്നിരിക്കട്ടെ, അങ്ങനെ വന്നാൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ജീസസ് ക്രൈസ്റ്റ് ദ റൈച്ചസ് വൺ, നീതിമാനായ യേശു ക്രിസ്തു. ഹീസ് ദ അറ്റോണിങ് സാക്രിഫൈസ് ഫോർ അവർ സിൻസ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയാണ്, പ്രായശ്ചിത്തമാണ്. ആൻഡ് നോട്ട് ഓൺലി ഫോർ അവേഴ്സ് ബട്ട് ഓൾസോ ഫോർ ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമാണ് യേശു കർത്താവ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി, രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ പാപം ചെയ്തു പോവും. മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ കൃപയെ പാപം ചെയ്യുന്നതിനുള്ളൊരു ലൈസൻസാക്കി നമ്മൾ ഉപയോഗിക്കരുത്. അതാണ് നമ്മളോട് പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി അടുത്തൊരു വലിയ കീറാമുട്ടി പ്രശ്നമുണ്ട്, പറഞ്ഞോട്ടെ. ഇഫ് ഐ സിൻ ആഫ്റ്റർ സാൽവേഷൻ, രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ പാപം ചെയ്തെന്നിരിക്കട്ടെ, വാട്ട് വിൽ ഹാപ്പൻ ടു മീ? എനിക്കെന്ത് സംഭവിക്കും? നരകത്തിൽ വേറെ വല്ല കേടുണ്ടാകുമോ, ദോഷമുണ്ടാകുമോ? ഉത്തരം ഉണ്ടാകും. നമ്പർ 1, കോൺസിക്വൻസസ് ഓഫ് സിൻ ആഫ്റ്റർ സാൽവേഷൻ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ശേഷവും പാപമാണ് ചെയ്യുന്നതെങ്കിൽ അതിനതിൻ്റേതായ ചില അനന്തരഫലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സിൻ ഹാർഡൻസ് അവർ ഹാർട്ട്, എസ്പെഷ്യലി റെബല്യൻ. അഥവാ പാപം മനഃപൂർവമായും അതിൽ നിന്ന് വിട്ടുതിരിയാതെ തുടർച്ചയായി സഭാജനങ്ങൾ, സഭയ്ക്കകത്തുള്ളവർ, രക്ഷിക്കപ്പെട്ടവർ തുടർച്ചയായി പാപം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? എബ്രായ ലേഖനം 3:13 വായിച്ചാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് എൻകറേജ് വൺ അനദർ ഡെയിലി ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് കോൾഡ് ടുഡേ, സോ ദാറ്റ് നൺ ഓഫ് യു മേ ബി ഹാർഡൻഡ് ബൈ സിൻസ് ഡിസീറ്റ്ഫുൾനെസ്. അവിടെ കണ്ടോ, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ചുരുക്കി പറഞ്ഞാൽ അവിടെ പറയുന്നത് പാപത്തിൻ്റെ ചതിയാൽ കാഠിന്യം വരും. ഇതിനുമുമ്പ് പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലും അതുപോലെ പല ടീച്ചിങ്സിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ട്രഗ്ലിംഗ് വിത്ത് സിൻ എന്ന് പറയുന്നതും പ്രാക്ടീസിങ് സിൻ എന്ന് പറയുന്നത് രണ്ടാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് നോർമലി വരേണ്ടത് പാപത്തോടവർ പോരാടുകയാണ്. പലപ്പോഴും പാപം ചെയ്യാനുള്ള പ്രേരണ വരുന്നു, ജഡത്തിൽ നിന്ന് വരുന്നു, ലോകത്തിൽ നിന്ന് വരുന്നു, പിശാചിൽ നിന്ന് വരുന്നു. പക്ഷേ അതിനെതിരെ അവർ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് തോറ്റുപോയെന്നിരിക്കും, നോ പ്രോബ്ലം. ദാറ്റ് ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് സിൻ. അതിന് ഗ്രേസ് കിട്ടും, അതിന് പ്രോഗ്രസീവായി അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. എന്നാൽ പ്രാക്ടീസിങ് സിൻ എന്ന് പറയുന്നുണ്ട്. പാപം തുടർച്ചയായി ചെയ്ത് അതിൽ തന്നെ ആണ്ട് കിടക്കുക. അങ്ങനെ ഒരു വിശ്വാസി പോയാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അവരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ഞാൻ അവരെ അറിയുക പോലുമില്ല. എന്നോട് കർത്താവ് എന്ന് വിളിച്ചാൽ മാത്രം പോരാ, പാപത്തിൽ തന്നെ തുടരുന്നുവെങ്കിൽ. അപ്പോൾ ഒരു വിശ്വാസിക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, പാപത്തിനെതിരെ പോരാടാം, മരണം വരെ പോരാടി ചിലത് തോറ്റന്നിരിക്കും, പക്ഷേ ജയിക്കുവാനുള്ള ഗ്രേസ് വീണ്ടും തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ജീവിതം. രണ്ടാമത്തേത്, പാപത്തിനങ്ങ് അടിമപ്പെട്ട്
അതിൽ തന്നെ പ്രാക്ടീസ് ഒരാൾ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ പാട്ട് പ്രാക്ടീസ് ചെയ്യും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പാപം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന പരിപാടി. അത് പോയാൽ ഡേഞ്ചറസാണ്. കർത്താവ് തന്നെ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിനുവേണ്ടിയല്ലല്ലോ കർത്താവ് ക്രൂശിൽ മരിച്ചത്. കർത്താവ് രക്ഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ ജീവിച്ചാൽ കർത്താവിന് തന്നെ നാണക്കേടല്ലേ? അത് ദൈവപുത്രനെ ചവിട്ടുന്നതിന് തുല്യം, ദൈവപുത്രൻ്റെ രക്തത്തെ ചവിട്ടിക്കളയുന്നതിന് തുല്യമല്ലേ? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 2, സിൻ ഗിവ്സ് ഇൻറോഡ്സ് ഫോർ ദ ഡെവിൾ ടു അറ്റാക്ക് യു. പാപം, പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പാതയായി മാറും. പാപം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരുവാനുള്ള ഒരു മാർഗമായി, വഴിയായി അത് മാറും. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അത് വ്യക്തമായി വായിച്ചു വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ എബ്രായലേഖനം 10-ാം അധ്യായം 26-27 വായിച്ചു നോക്കിയേ. Hebrews chapter 10 verse number 26 and 27. If we deliberately keep on sinning after we have received the knowledge of the truth, no sacrifice for sins is left, but only a fearful expectation of judgment and of raging fire that will consume the enemies of God. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം കൊടുക്കുമ്പോൾ നന്നായിട്ടത് വായിച്ചു നോക്കുക. അഥവാ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മൾ മനഃപൂർവ്വമായി പാപം ചെയ്താൽ ഇനി പാപത്തിന് വേണ്ടി ഒരു പരിഹാരവുമില്ല. പകരം ന്യായവിധിക്ക് വേണ്ടിയുള്ളൊരു ഭയങ്കരമായൊരു പ്രതീക്ഷ, അതുപോലെ എതിരികളെ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധാഗ്നിയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഇനിയുള്ളൂ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? പാപത്തിൽ തുടരുന്നവരെക്കുറിച്ച്. ദൈവത്തിൽ ജനിച്ചവരാരും പാപത്തിൽ തുടരുന്നില്ല. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടോ ഇല്ല എന്നുള്ള അറിയുന്നത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ എല്ലാ ഭാഗങ്ങളും ഞാനെടുത്ത് വായിക്കുന്നില്ല, റെഫറൻസ് തരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിരുന്നൊരു സെൽഫ് സ്റ്റഡി, ബൈബിൾ സ്റ്റഡിയിലൊക്കെ നിങ്ങൾക്ക് ഈ വചനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം. 14-ാമത്തെ വചനത്തിൽ മേക്ക് എവ്രി എഫേർട്ട് ടു ലിവ് ഇൻ പീസ് വിത്ത് എവ്രി വൺ ആൻഡ് ടു ബി ഹോളി. കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കണം, മാക്സിമം വിശുദ്ധിയിൽ ജീവിക്കുക. വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. കാരണം ശുദ്ധീകരണമില്ലാതെ, വിശുദ്ധിയില്ലാതെ ആർക്കും കർത്താവിനെ കാണാൻ സാധ്യമല്ല. കാരണം കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരാകേണ്ടതാണ്. 15-ാമത്തെ വചനത്തിൽ സീ ടു ഇറ്റ് ദാറ്റ് നോ വൺ ഫാൾസ് ഷോർട്ട് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആരും കൃപയിൽ നിന്ന് വീഴരുത്. അതിനുശേഷം കുറേ കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. കൃപയിൽ നിന്ന് വീഴരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൃപയിൽ നിന്നും വീഴുവാൻ സാധ്യതയുണ്ട്. ചിലർ വിശ്വസിക്കുന്നു ഒരിക്കൽ കൃപയിലായാൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ശരീരത്തിൽ എന്ത് ചെയ്താലും, ജഡത്തിൽ എന്ത് ചെയ്താലും അതൊരു വിഷയമല്ല. കാരണം ആത്മാവിൽ രക്ഷ വന്നു കഴിഞ്ഞു, ഇനി ജഡത്തിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ്സ് ഉണ്ട്. അങ്ങനെയല്ല വചനം പറയുന്നത്. ഈ കൃപയിൽ നിന്ന് വീഴരുത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, ദൈവവചനത്തിൽ വലിയൊരു ചങ്ക് ഓഫ് വേഴ്സസ് ആർ വാർണിംഗ് വേഴ്സസ്, ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ അത് സംഭവിക്കും. വാർണിംഗ്, ശക്തമായ വാർണിങ്ങുകൾ ദൈവവചനത്തിലുണ്ട്. അതും നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. ഇതെല്ലാം കൂടി എടുക്കുമ്പോഴാണ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ആലോചന എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മളെല്ലാവരും കൃപയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ കിടപ്പ്: ദ ലോ കെയിം ഇൻ സോ ദാറ്റ് ദ ട്രാൻസ്ഗ്രഷൻ വുഡ് ഇൻക്രീസ്. ന്യായപ്രമാണം ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് ലംഘനം പെരുകിയത്. ഒരു കൽപ്പനയുമില്ലെങ്കിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിൽ വയലേഷനും ഇല്ല. ഇപ്പോൾ ട്രാഫിക് റൂൾസ് ഒന്നുമില്ല, ആർക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കാം. അപ്പോൾ ട്രാഫിക് ലംഘനമില്ല, പിഴയില്ല, കുറ്റമില്ല, വിചാരണയില്ല, ഒന്നുമില്ല. എന്നാൽ റൂള് വന്നു കഴിഞ്ഞാൽ അതിന് ലംഘനം ഉണ്ടാകും. അങ്ങനെ ന്യായപ്രമാണം മോശ വഴി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആളുകൾ അത് ലംഘിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ദ ലോ കെയിം ഇൻ സോ ദാറ്റ് ട്രാൻസ്ഗ്രഷൻ വുഡ് ഇൻക്രീസ്. ന്യായപ്രമാണം വന്നപ്പോൾ ലംഘനം പെരുകി. ആൻഡ് വെർ സിൻ ഇൻക്രീസ് ഗ്രേസ് ഇൻക്രീസ്ഡ് ഓൾ ദ മോർ.
അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ പാപം പെരുകിയ സ്ഥലത്ത് കൃപയും പെരുകാൻ തുടങ്ങി. കൃപയും അതനുസരിച്ച് കൂട്ടാൻ തുടങ്ങി ദൈവം, അല്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ല. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-21. ഞാൻ മലയാളം മാത്രം വായിക്കാം, ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിക്കാം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. അതായത് ന്യായപ്രമാണങ്ങൾ വന്നു ചേർന്നപ്പോഴേക്കും ലംഘനം പെരുകാൻ തുടങ്ങി. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. വാവ്, കേട്ടായിരുന്നു? പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഈ ഭാഗം നമ്മൾ ശരിക്ക് പല ട്രാൻസ്ലേഷനൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു പിക്ചറുണ്ട്. പറഞ്ഞോട്ടെ, ഫ്ലഡ് കണ്ടിട്ടുണ്ടോ? മലവെള്ളപ്പാച്ചിൽ 2018 കേരളം അത് കണ്ടു. 19 അത്രയില്ലെങ്കിലും വീണ്ടും കണ്ടു. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഫ്ലഡ്, ജലപ്രളയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജലപ്രളയം എന്ന് പറഞ്ഞാൽ അണ പൊട്ടി, അണക്കെട്ടൊക്കെ പൊട്ടി ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്ന ഒരു സംഭവമാണ് ജലപ്രളയം എന്ന് പറയുന്നത്. വെള്ളപ്പാച്ചിലാണ്. ഇങ്ങനെ വിചാരിക്കുക, ഈ ഭൂമിയിൽ ചരിത്രത്തിൽ ന്യായപ്രമാണം വന്ന ശേഷം അതിൻ്റെ ലംഘനം പെരുകാൻ തുടങ്ങി, പാപം പെരുകി അതൊരു ഫ്ലഡ് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കൂലം കുത്തി ഒഴുകുന്നത് പോലെ ഫ്ലഡായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താ ഒഴുകുന്നത്? പാപം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഈ ഫ്ലഡിൻ്റെയും മുകളിലൂടെ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന, ഓവർഫ്ലോ ചെയ്യുന്ന വലിയൊരു ഫ്ലഡായിട്ട് വന്നു. അതാണ് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. അതാണ് അതിൻ്റെ പിക്ചർ. ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി പാപം, ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ വർഷം കൂടുന്തോറും പാപം പെരുകിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് കർത്താവ് കൃപയും പെരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറ. എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം. ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഗ്രേസ് ഉണ്ട് വാസ്തവത്തിൽ. അർഹിക്കുന്നെങ്കിൽ താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത്. അതറിയാലോ. അഹങ്കരിച്ചാൽ കൃപ നഷ്ടപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മുതലെടുപ്പുണ്ട്. ഒരിക്കലും അതിരില്ലാത്ത അത്യന്തമായ കൃപ എനിക്കുള്ളത് കൊണ്ട് എന്ത് പാപം ചെയ്യാം? നോ വേ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10 മുതലാണെന്ന് തോന്നുന്നു, അതോ 6 മുതലാണോ? ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവത്തെ നമുക്ക് ഡിസീവ് ചെയ്യാൻ സാധ്യമല്ല, ദൈവത്തെ പരിഹസിക്കാൻ സാധ്യമല്ല, ദൈവത്തെ വഞ്ചിക്കാൻ സാധ്യമല്ല. ഇത്രയും വലിയ കൃപ തന്നു എന്നതുകൊണ്ട് പാപത്തിൽ തന്നെ തുടരാമോ? നോ നോ നോ. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റുണ്ട്. അതാണ് പറഞ്ഞത്, മനഃപൂർവ്വമായി പാപം ചെയ്ത് മുന്നിലേക്ക് പോകാൻ തുടങ്ങിയാൽ ഇനിയൊരു യാഗമില്ല. മനസ്സിലാകുന്നുണ്ട് ആ ബാലൻസ്? അപ്പോൾ ഞാൻ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇൻ്റർനാഷണൽ റോമിങ്, പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ റോമിങ് പാക്കേജൊക്കെ എടുത്തുകൊണ്ട് പോകും മൊബൈലിൽ. അപ്പോൾ അൺലിമിറ്റഡ് ഡേറ്റ എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അൺലിമിറ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് നമ്മളങ്ങ് യൂസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങ് സ്ലോ ആവും. അപ്പോഴാണ് വിളിച്ചു ചോദിക്കുമ്പോൾ പറയുന്നത്, അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും ഇത്ര GB വരെയൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ പരിപാടികൾ അങ്ങ് സ്ലോ ആകും എന്ന് പറയും. ഇതുപോലെ അൺലിമിറ്റഡ് ഗ്രേസ് അവൈലബിളാണ്. ആർക്ക്? അർഹിക്കുന്നവർക്ക്. എന്നാൽ മനഃപൂർവ്വമായി ഇത് പാപം ചെയ്യാണ്ടൊരു ലൈസൻസാക്കി മാറ്റിയാൽ അതിന് ലിമിറ്റേഷൻ വരും. അവിടെ ദൈവം നേരത്തെ പറഞ്ഞ പോലെ, കർത്താവ് നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നിങ്ങൾ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് കളയും എന്ന് വചനത്തിൽ വാർണിംഗ് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ആർ യു റെഡി? ഇപ്പം ഞാൻ ഈ കൃപ എന്താണെന്ന് പറഞ്ഞു. ഈ കൃപയിൽ അപ്പോൾ ഒരു ഇംബാലൻസ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചർച്ചിന്, സഭയ്ക്ക് 2 എക്സ്ട്രീമിറ്റിയിലേക്ക് പോകാം. ഒരു എക്സ്ട്രീമിറ്റി എന്താണ്? ഒരു എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത് കൃപയുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ചട്ടവട്ടങ്ങൾ അനുസരിച്ച് നിയമപ്രകാരം ജീവിക്കണം. രണ്ടാമത്തത്, കൃപ വന്നതുകൊണ്ട് ഒരു നിയമമില്ലാതെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം.
ഇതിന് രണ്ട് പേരുണ്ട്, രണ്ടും തുടങ്ങുന്നത് എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് എഴുതി വെക്കുക, ഈ സമയത്ത് ടൈപ്പ് ചെയ്ത് വെക്കുക. നമ്പർ 1 ലീഗലിസം എഴുതി വെക്കുക. ലീഗലിസം അഥവാ നിയമാനുസൃതമായി ജീവിക്കുന്ന ഒരു രീതി. നമ്പർ 2 ലോലെസ്നെസ് അഥവാ നിയമരാഹിത്യം അഥവാ അരാജകത്വം. സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. 2 ഞാൻ പറഞ്ഞു. 1 ലീഗലിസം, നിയമാനുസൃതമായി ജീവിക്കുക. 2 ലോലെസ്നെസ് അഥവാ നിയമാനുസൃതമല്ലാതെ ഒരു നിയമമില്ലാതെ ജീവിക്കുക. എന്താണ് ലീഗലിസം? ലീഗലിസം എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക് ടു ദ ലോ. ക്രൈസ്തവ സഭ വീണ്ടും എന്ത് ചെയ്യുക? പഴയ മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോവുക. എന്തിനു വേണ്ടി? ഡിസിപ്ലിൻ ചെയ്ത് ആളുകളെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് തിരിച്ചു പോവുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മോശയുടെ കാലത്ത് നടന്നതുപോലെ തന്നെയുള്ള അനുഭവങ്ങളിലേക്കും അടിമത്തങ്ങളിലേക്കും പോകും. ലോ വർക്ക് ഡിപ്പെൻഡിങ് ഓൺ അവർ ഓൺ റൈച്ചസ്നെസ്. നമ്മുടെ സ്വന്തം നീതിയിൽ ഊന്നി നമ്മുടെ കഴിവ് കൊണ്ടും മഹത്വം കൊണ്ടും സ്വർഗത്തിൽ പോകാനുള്ളൊരു ശ്രമം നടത്തുന്ന മതപരമായ രീതിയിലേക്ക് പോകുന്നൊരു മെത്തേഡാണ് ലീഗലിസം. അനേക നൂറ്റാണ്ടുകളായി, 1-ാം നൂറ്റാണ്ട് മുതൽ നിരവധി ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ ലീഗലിസത്തിലേക്ക് മടങ്ങി. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ രീതികളിലോട്ട് തന്നെ മടങ്ങി. പക്ഷേ കർത്താവ് യേശുവിൽ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഹൈബ്രിഡ് രീതിയിലേക്ക് പോകുന്നതാണ് ലീഗലിസം. ലോലെസ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓവർ എംഫസൈസിങ് ഗ്രേസ്. കൃപയ്ക്ക് ഭയങ്കരമായ അമിതമായ ഊന്നൽ കൊടുത്തിട്ട് പാപം ചെയ്ത് ജീവിക്കുക. ഇതിനെ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ചില ടേംസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഹൈപ്പർ ഗ്രേസ് എന്നാണ് ഞാൻ വിളിക്കുന്ന ആരെയല്ലോട്ട് പറഞ്ഞ്. അതിനെ പലരും വിളിക്കുന്നത് ഹൈപ്പർ ഗ്രേസ്, ഫ്രീ ഗ്രേസ്, ചീപ്പ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറിയിലോട്ട് അത് പോകുന്നുണ്ട്. ഇനി ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഥവാ ദൈവകൃപയുടെ ദുരുപയോഗം. മറ്റവർ ചെയ്യുന്നത് ദുരുപയോഗം വേറെ രീതിയിലാണ്. ദൈവകൃപ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ ന്യായപ്രമാണ രീതിയിൽ സാധാരണ മതങ്ങളെപ്പോലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് പോവുക. മറ്റേ കൂട്ടർ ചെയ്യുന്നത് കൃപയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഏത് രീതിയിലും ജീവിക്കാമെന്ന രീതിയിൽ വഴിവിട്ട് നടക്കുക. ഇത് രണ്ടും നടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന്. എന്താണ് ലീഗലിസം, എന്താണ് ലോലെസ്നെസ് പറഞ്ഞ ശേഷം ബാലൻസിലേക്ക് വരാൻ പോവുകയാണ്. ആർ യു റെഡി? ഒരു ഹാലലിയ പറയാമോ? ആദ്യമായിട്ട് നമുക്ക് ലീഗലിസം നോക്കാം. ലീഗലിസം എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനം 1:6 വായിച്ച് നോക്കണം. അവിടെ ഗലാത്യ ലേഖനം 1 ആദ്യമായിട്ട് പൗലോസ് എഴുതിയ ലേഖനം ഗലാത്യ ലേഖനമാണെന്നാണ് പറയുന്നത്. റോമാലേഖനമോ അതാണല്ലോ ആദ്യം പുസ്തകത്തിൽ ബൈബിളിൽ കാണുന്നത്. അതല്ല, ഗലാത്യ ലേഖനമാണ് അദ്ദേഹം ആദ്യമായി എഴുതിയത്. അതിന് കാരണമുണ്ട്. അദ്ദേഹം പോയി ഗലാത്യ സഭകളൊക്കെ സ്ഥാപിച്ച് തിരിച്ച് കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരെല്ലാവരും കുറേ ആളുകൾ അവിടെ ദുരുപദേശം കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യുന്നുള്ള ക്രിസ്തുവിലൂടെ കൃപയാണ്, ഇതിലൂടെയാണ് രക്ഷ എന്നൊക്കെ അതൊക്കെ സംഭവിച്ചു. പക്ഷേ മോശയുടെ ന്യായപ്രമാണപ്രകാരം പരിച്ഛേദനയും പറഞ്ഞിരിക്കുന്ന സകലവും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് പ്ലസ് ചില അഡീഷൻസ്. ക്രിസ്തുവിനെ പഠിച്ചോ, കളയണ്ട, പക്ഷേ ക്രിസ്തുവിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്ന രീതിയിലായി. ഗലേഷ്യൻസ് 1:6 ഇങ്ങനെയാണ്: ഐ ആം അസ്റ്റോണിഷ്ഡ് ദാറ്റ് യു ആർ സോ ക്വിക്ക്ലി ഡിസേർട്ടിംഗ് ദ വൺ ഹു കോൾഡ് യു ടു ലിവ് ഇൻ ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ആർ ടേണിംഗ് ടു എ ഡിഫറെൻറ്റ് ഗോസ്പൽ. നിങ്ങളെ കൃപയാൽ രക്ഷിച്ച ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ വളരെ വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 20:24 അദ്ദേഹം പറയുന്ന അതിൻ്റെ അവസാനം ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ടു ടെസ്റ്റിഫൈ ടു ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയുടെ സുവിശേഷം എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. ഈ സുവിശേഷം തന്നെ ദൈവകൃപയുടെ സുവിശേഷമാണ്. എന്നാൽ ഗലാത്യ സഭയിൽ സംഭവിച്ചത്, പൗലോസൊക്കെ ശുശ്രൂഷിച്ച സഭകളിൽ നല്ല കൃപയെക്കുറിച്ചുള്ള ടീച്ചിങ് കൊടുത്ത ശേഷം തിരിച്ചു പോന്നപ്പോൾ അവർ തിരിച്ച് അതിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതിന് കാരണം ചിലരങ്ങനെ പഠിപ്പിച്ചു.
ഇതോടൊപ്പം നിങ്ങൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പരിച്ഛേദന, അന്നത്തെ കാലത്ത് പരിച്ഛേദന പോലെയുള്ള കാര്യങ്ങൾ മോശയുടെ കൽപ്പനയെ അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ എന്നവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അന്നൊരു ജാതീയരായ ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം പരിച്ഛേദന ചെയ്ത് യഹൂദരാകണം, യഹൂദരായ ശേഷമേ ഒരു ക്രിസ്ത്യാനിയായി മാറാൻ കഴിയൂ എന്ന രീതിയിലൊക്കെ അങ്ങ് പോയി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ അമേസിങ് ഗ്രേസ് എന്ന സീരീസ് ചെയ്ത സമയത്ത് പറഞ്ഞ ഒരു സംഭവമാണ് ഗ്രേസ് ആൻഡ് കർമ്മ. കൃപയും കർമ്മവും. കർമ്മം ഒത്തിരി പേര് കേട്ടിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്നതാണ്. എബ്രായ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട്, കർമ്മമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികൾ എടുത്തിട്ട് സൽപ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും കൂടി തൂക്കി നോക്കി ബാലൻസ് നോക്കിയിട്ട് സൽപ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ സ്വർഗത്തിൽ, ദുഷ്പ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ ശിക്ഷയിലേക്ക്, നരകത്തിലേക്ക് പോകുന്നു എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോഴും ക്രൈസ്തവ സഭകളിലുണ്ട്. അതാണ് കർമ്മ അല്ലെങ്കിൽ കർമ്മമാർഗമുള്ള രക്ഷ പ്രാപിക്കുവാനുള്ള ശ്രമം. എല്ലാ മതങ്ങളിലും ഇതുണ്ട്. ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളിലും കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യേശു വന്നത് നമ്മുടെ കർമ്മത്തിലൂടെ അഥവാ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നമ്മൾ തെളിയിച്ച ശേഷമാണ്. അഥവാ നമ്മുടെ പ്രവൃത്തികളല്ല, നീതി പ്രവൃത്തികളല്ല, കറ പുരണ്ട തുണി പോലെയായി മാറി. അപ്പോഴാണ് കർത്താവ് ഒന്ന് തൻ്റെ നീതി പ്രവൃത്തിയാൽ സൗജന്യമായി നമ്മെ രക്ഷിച്ചത്. പക്ഷേ ഒരു അട്ടിമറി ഇവിടെ നടക്കുകയാണ് ക്രൈസ്തവ സഭകളിൽ. നല്ല രീതിയിൽ നല്ല പ്രവൃത്തികളിലൂടെ മാത്രം നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയൂ. നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണോ? തീർച്ചയായും ചെയ്യണം. എഫേസ്യ ലേഖനം 2:10 പ്രകാരം നമ്മൾ സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ. പക്ഷേ അതെപ്പോഴാണ്? പുതുസൃഷ്ടിയായി മാറിയ ശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം നാം സൽപ്രവൃത്തികൾ ചെയ്യണം. വ്യക്തമായി പറയാം, നാം രക്ഷിക്കപ്പെടുന്നത് സൽപ്രവൃത്തികളാലല്ല, എന്നാൽ രക്ഷിക്കപ്പെടുന്നത് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനുള്ള കാര്യം തുറന്നു പറയാം. ഗ്രേസ് ഡീൽസ് വിത്ത് നോട്ട് ഓൺലി അവർ സിൻഫുൾ ആക്ട്സ് ബട്ട് ഓൾസോ അവർ സിൻഫുൾ നേച്ചർ. നമ്മുടെ പാപപ്രവൃത്തികൾക്കൊരു പരിഹാരം തരാൻ വേണ്ടി മാത്രമല്ല കൃപ നമ്മിലേക്ക് വന്നത്, പകരം പാപ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമ്മളെ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സേവിങ് ഗ്രേസും സസ്റ്റൈനിങ് ഗ്രേസും ഒക്കെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി ബൈബിൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നാം രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ, കൃപയാലാണ്. അത് വ്യക്തമായി പറയുന്നൊരു ഭാഗം ബൈബിളിലുണ്ട്. എഫേസ്യ ലേഖനം 2:4-10 വരെ. മലയാളത്തിൽ ഞാനൊന്ന് ഓടിച്ചു വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, എന്ന് വെച്ചാൽ ആത്മീയമായി മരിച്ചു കിടന്ന് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കും. അഥവാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ ഞായറാഴ്ച തന്നെ അവനിൽ നാം ക്രിസ്തുവിനോടുകൂടെ റെസറക്റ്റഡായി അഥവാ ഉയർത്തെഴുന്നേറ്റു. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം, കൃപയാലത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടത്. ടൈപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് ഐ ഹാവ് ബീൻ സേവ്ഡ്. കൃപയാലത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ കൃപയുടെ പ്രദർശനം തീർന്നിട്ടില്ല. അത്യന്തമായ ധനം, കൃപയുടെ ധനം വരുംകാലങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നുള്ളൂ. ആർക്ക്? താഴ്മയുള്ളവർക്ക്, അർഹിക്കുന്നവർക്ക്, നിലനിൽക്കുന്നവർക്ക്, പാപത്തിലേക്ക് പിന്തിരിയുന്നവർക്കല്ല, പാപത്തിലാണ്ട് ജീവിക്കുന്നവർക്കല്ല. ഈ കൃപ എന്ന ആ ഗ്രേസ് എന്ന പവറിലൂടെ പാപത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്നെ നമ്മൾ സ്വർഗതലത്തിലാണ് ഇരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. സ്പിരിച്വലി വി ആർ പൊസിഷൻഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഇരുത്തുകയും ചെയ്തു. ഇനി പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ
പ്രവൃത്തികളും കാരണമല്ല. ഇത് അസന്നിഗ്ധമായി ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ഒരാൾ പോലും അയാളുടെ ഗുണം കൊണ്ട്, അയാളുടെ പ്രവൃത്തി കൊണ്ട്, അയാളുടെ കർമ്മം കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പോകില്ലെന്ന വചനം ശക്തമായും വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗ്രേസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കർമ്മ. നമ്മൾ ഈ കർമ്മ എന്ന് കേൾക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൃപ. നമ്മുടെ ഗുണം കൊണ്ടല്ല, മഹത്വം കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടല്ല, കർത്താവിൻ്റെ കരുണയാൽ, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനു വേണ്ടി അപ്പോൾ പിന്നെ ഈ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു മിററാണ്. ഒന്ന് ടൈപ്പ് ചെയ്തിടുക. നമ്പർ 1, ദ ലോ ഈസ് എ മിറർ. ഒരു കണ്ണാടി പോലെയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ മുഖത്തിരിക്കുന്ന ഒരു അഴുക്കുണ്ടെങ്കിൽ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. ഇതുപോലെ ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ തെറ്റുകൾ മനസ്സിലാവും. അതിനു വേണ്ടി ന്യായപ്രമാണം. നമ്പർ ടു അതൊരു ടെമ്പററി ഗാർഡിയനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു രക്ഷകർത്താവാണ്. അതായത് പാപത്തിൽ നിന്ന് ക്രിസ്തുവിൽ എത്തുന്നത് വരെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി താൽക്കാലികമായ രക്ഷകർത്താവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. നമ്പർ 3, ഇറ്റ് ഈസ് എ ട്യൂട്ടർ. നമ്മളെ പഠിപ്പിക്കുന്ന, അതായത് നമുക്കൊരു രക്ഷകൻ വേണം എന്ന രീതിയിൽ ഒരു ശിശുപാലകനായി നമ്മളെ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ട്യൂട്ടർ. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് മിറർ, നമ്പർ 2 ടെമ്പററി ഗാർഡിയൻ, നമ്പർ 3 ട്യൂട്ടർ. 3 കാര്യങ്ങളിലാണ് ഈ മോശയുടെ ന്യായപ്രമാണം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പണ്ട്. എന്നാൽ ആ ന്യായപ്രമാണത്തിനകത്ത് 3 തരത്തിലുള്ള പ്രമാണങ്ങളുണ്ടായിരുന്നു. നമ്പർ 1, ദ മോറൽ ലോ, അഥവാ സദാചാരപരമായ സാൻമാർഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന നിയമങ്ങൾ. അതാണ് ഫോർ ഹോളി ലിവിങ്, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളത്. 2, സിവിൽ ലോ എന്ന് വെച്ചാൽ റൂൾസ് ഫോർ സോഷ്യൽ ലൈഫ്. അവർ സമൂഹമായി ഒരുമിച്ച് ക്യാമ്പ് ചെയ്ത് ജീവിക്കുമ്പോൾ സൊസൈറ്റിയിൽ പാലിക്കേണ്ട ചില റൂൾസ്, അതാണ് സിവിൽ ലോ. നമ്പർ 3, സെറിമോണിയൽ ലോ, ആചാരപരമായ കുറേ പ്രമാണങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റിച്വൽസ് ഓഫ് വർഷിപ്പ്, സാക്രിഫിഷ്യൽ സിസ്റ്റം, യാഗങ്ങൾ, ബലികൾ, ഇതൊക്കെ അർപ്പിക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെ 3 തരം ലോ അന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോ മുഴുവനായും കർത്താവ് നിവർത്തിച്ച് മാറ്റി. ന്യായപ്രമാണത്തെ നീക്കാനല്ല, അതിനെ നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. താൻ അത് മുഴുവൻ അനുസരിച്ച് നിവർത്തിച്ചു. അതെല്ലാം കഴിഞ്ഞു. എന്നാൽ ഇതിൽ ഹോളി ലിവിങ്ങിനുള്ള ലോസ് തീർച്ചയായും ഇന്നും നമ്മൾ പാലിച്ചേ പറ്റൂ. കാരണം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണ്ടേ. ഇന്ന് വ്യഭിചാരം ചെയ്യാൻ പറ്റൂ, ഇന്ന് കള്ളസത്യം ചെയ്യാൻ പറ്റൂ, ഇന്ന് മറ്റുള്ളവരത് മോഷ്ടിക്കാൻ പറ്റൂ. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മോറൽ ലോസ്, മത്തായി സുവിശേഷം 5, 6, 7 വായിക്കുവാണെങ്കിൽ പഴയതിനേക്കാൾ കുറച്ചുകൂടി പുതിയ നിയമത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധിയുടെ പ്രമാണങ്ങൾ. എന്നാൽ അത് ജഡത്തിൽ ആശ്രയിച്ച് എൻ്റെ കഴിവിൽ ചെയ്യാനല്ല, ഗ്രേസിലാണ്, നമ്മിലുള്ള പരിശുദ്ധാത്മാവിലൂടെയാണത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 12, 18, 19 എന്ന് എഴുതി വെച്ചു. അവിടെ പഴയ നിയമത്തിലെ പൗരോഹിത്യം, അതിനെക്കുറിച്ചൊക്കെ പറയും. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. അതായത് പൗരോഹിത്യം മാറി, അതുകൊണ്ട് ലോയും മാറി. അന്ന് അഹരോൻ്റെ ക്രമപ്രകാരമുള്ളൊരു പൗരോഹിത്യമായിരുന്നു, ലേവ്യ പൗരോഹിത്യം. അതങ്ങ് മാറി മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം പുതിയൊരു മഹാപുരോഹിതം വന്നു. ആരാണത്? യേശു. അതുകൊണ്ട് നിയമവും മാറി, ന്യായപ്രമാണം മാറി. അതിനുശേഷം പറയുക, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തവും നീക്കവും ന്യായപ്രമാണത്തിലൊന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. ഈ ന്യായപ്രമാണത്തിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏക നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നത്. എല്ലാം മാറി എന്നാണ് ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കൃപ ലഭിച്ചെങ്കിലും നമുക്ക് കിട്ടിയെങ്കിൽ അതിൽ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ടോ? ക്യാൻ എ പേഴ്സൺ ഫോൾ അവേ ഫ്രം ഗ്രേസ്? ഓഫ് കോഴ്സ് യെസ്. എങ്ങനെയാണ്? 1, ഇഫ് യു ടേൺ ടു ലീഗലിസം. ഈ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയാൽ വീഴാൻ സാധ്യതയുണ്ട്. ഗലാത്യ ലേഖനം 5:4 ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. ഗലാത്യരോട് വ്യക്തമായി ശക്തമായി പറയുകയാണ്. അതായത് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ തിരിഞ്ഞാൽ കൃപയിൽ നിന്ന് നിങ്ങൾ കട്ടാവും, ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോകും. അതിൻ്റെ അർത്ഥം
ഈ ലീഗലിസം ഈസ് ദ മെയിൻ കോസ് ഓഫ് ഫോളിങ് അവേ ഫ്രം ഗ്രേസ്. കൃപയിൽ നിന്നും വീഴുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, വെൻ യു റൺ എലോൺ, നിങ്ങൾ ഒറ്റക്കാണ് ഓടുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റേസ്. നമ്മളതിന് റേസ് എന്നല്ല പറയുന്നത്. ബട്ട് ഇഫ് യു റൺ വിത്ത് ഗോഡ്, ദൈവമായിട്ടാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ഒരു ജി അതിൻ്റെ മുമ്പിൽ വരും. റേസിൻ്റെ മുമ്പിൽ RACE അതിന് മുമ്പിൽ ഒരു ജി വരും. അപ്പോൾ എന്താവും? ഗ്രേസ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഇഫ് യു റൺ അലോൺ ഇറ്റ് ഈസ് കോൾഡ് റേസ്, RACE. ഇഫ് യു റൺ വിത്ത് ഗോഡ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ എഴുതി വയ്ക്കുക, പിന്നീട് വായിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെയുള്ള ഇപ്പം കൃപയിൽ നിന്നും വീഴാൻ സാധ്യതയുണ്ട്. ഒന്ന്, ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയാൽ. 2, ഇഫ് യു forsake യുവർ ഫെയ്ത്ത്, വിശ്വാസം ത്യജിച്ച് കളഞ്ഞാൽ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയൊക്കെ എഴുതി വെക്കുക. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. കാരണം ആരെങ്കിലും, എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ. ആ വിശ്വാസം ത്യജിച്ച് കഴിഞ്ഞാൽ, അതിന് അനേക വചനങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. ഇനി ലോലെസ്നെസ്സിലേക്ക് വരാം. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ലീഗലിസം, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരു വിഭാഗം സഭകൾ ലീഗലിസത്തിലേക്ക് തിരിച്ചുപോയി. സഭകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം അറിയാതെ നൂറ്റാണ്ടുകളായി ലീഗലിസത്തിലേക്ക് പോയി. അങ്ങനെ 1-ാം നൂറ്റാണ്ട് മുതൽ ലീഗലിസത്തിലേക്ക് പലതും ചിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് പോയെങ്കിലും ഇടയ്ക്ക് വെച്ചൊരു ഉണർവിൽ ഒരു ഭയങ്കരമായ റിന്യൂവലൊക്കെ നടന്ന സമയത്ത് ആളുകൾ പതുക്കെ കൃപയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. വന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലേക്ക് പല സഭകളും പോയി. അതാണ് എന്ത്? ലോലെസ്നെസ് അഥവാ നിയമരാഹിത്യം. ഒരു നിയമമില്ലാതെ ജീവിക്കുക. ഇതാണ് കൃപയുടെ ദുരുപയോഗം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃപയ്ക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏത് പാപത്തിലേക്കും പോകാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് സഭകൾ മാറിപ്പോയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ടീച്ചിങ് പോയി ഭൂതം, വർത്തമാനം, ഭാവിയിലുള്ള എല്ലാ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചതുകൊണ്ട് ഇനി ശരീരത്തിൽ ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് ആത്മാവിനെ ബാധിക്കില്ല, രക്ഷയും ബാധിക്കില്ല. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന രീതിയിലേക്ക് അവർ മാറി. മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനസാന്തരപ്പെടുകയോ പാപങ്ങളേറ്റു പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇറ്റ് ഈസ് ഡൺ. ഇതാണ്. എന്നാൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 1:9 അവിടെ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം എന്നാണ് പറയുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ശേഷവും തെറ്റുകൾ വന്നാൽ തീർച്ചയായും അത് ക്ഷമിക്കപ്പെട്ടതാണ്. പക്ഷെ ദൈവമായുള്ള ആ ബന്ധമൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റുപറയണം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതായി. ഈ ഭാഗങ്ങൾ പറഞ്ഞു. ഇനി വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 7 സഭകൾക്ക് കർത്താവ് ദൂതെഴുതുമ്പോൾ, നിങ്ങൾ ആ ടർക്കിയിൽ ഞങ്ങൾ പോയ പോഡ്കാസ്റ്റൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതിൽ ആ 2 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ കർത്താവ് സഭയ്ക്കകത്തുള്ളവരോട് പറയുന്നു, മാനസാന്തരപ്പെടുക, റിപ്പൻറ്റ്. പക്ഷേ ഈ കൃപയ്ക്ക് ഒത്തിരി എംഫസൈസ് ചെയ്യുന്ന പലരും പറയുന്നത് ഇനി മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല, പാപങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്നുള്ള ടീച്ചിങ് ഇന്ന് വളരെ പ്രവലൻ്റാണ്. എന്നാൽ യേശു പോലും എന്ത് പറയുന്നു സഭകളോട്? മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാത്രമല്ല, ഇത് തെറ്റിദ്ധാരണകൾ ഒത്തിരി ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പറയുകയാണ്, ഞാൻ എൻ്റെ എല്ലാ ഫീസും അടച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല. എനിക്ക് കൃപയാൽ എൻ്റെ എല്ലാ പാപങ്ങളും വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി എനിക്കെന്തും ചെയ്യാം. എനിക്ക് ചർച്ചിൽ പോകേണ്ട ആവശ്യമില്ല, എനിക്കിന്ന് വചനം വായിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ലെസൺസ് ചെയ്യേണ്ട, ഹോംവർക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത് പോലെ ആകരുത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, കൃപയെ ദുരുപയോഗം ചെയ്യുന്നൊരു എക്സ്ട്രീമിറ്റിയിലേക്ക് സഭകൾ പോകുമ്പോഴാണ്
കർത്താവ് ചില നടപടികളെടുക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വായിച്ചു നോക്കിയാൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരുന്നുകൊണ്ട് എന്നൊക്കെ അവിടെ പറയുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ മലയാളത്തിൽ അത്ര വ്യക്തമല്ല, ഇംഗ്ലീഷിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയർഡ് ദാറ്റ് ഓഫേഴ്സ് സാൽവേഷൻ ടു ഓൾ പീപ്പിൾ. എല്ലാവർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചിരിക്കുന്നു. എന്നിട്ട് പറയണം, ഇറ്റ് ടീച്ചസ് അസ് ടു സേ നോ ടു അൺഗോഡ്ലിനെസ്. അഥവാ ആ ദൈവകൃപ അഭക്തിയോട് നോ പറയാൻ നമ്മെ പഠിപ്പിക്കുന്നു. കേട്ടോ? സോ ഗ്രേസ് ഈസ് എ ടീച്ചർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗ്രേസ് നമുക്കൊരു അധ്യാപകനെ പോലെ, ഒരു ഗുരുവിനെ പോലെ, ഒരു കോച്ചിനെ പോലെ തെറ്റുകളോട്, പാപങ്ങളോട്, അഭക്തിയോട് നോ പറയാൻ വേണ്ടി കൂടെ ഒരു ഗട്ട്സ് നൽകുന്ന ഒന്നാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ വ്യക്തമായും ശക്തമായും പറയുന്നു, ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിനെ പാപത്തിൽ തുടരുകയെന്നോ ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? വളരെ ശക്തമല്ലേ? 15-ാമത്തെ വചനം അതേ അധ്യായത്തിൽ. എന്നാലെന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. വളരെ ക്ലിയറായിട്ട് അവിടെ പറയുകയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ജിമ്മിൽ പോയി പ്ലാറ്റിനം മെമ്പർഷിപ്പ് അങ്ങെടുത്തു. നല്ല എമൗണ്ട് കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്തു. പക്ഷെ ഒരിക്കൽ പോലും അയാൾ ജിമ്മിൽ പോവുകയോ എക്സർസൈസ് ചെയ്യുകയോ ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? അതായത് ജിമ്മിലേക്കുള്ള ആക്സസ് ഉണ്ട്, പക്ഷേ ഇയാൾ പോകുന്നുമില്ല, ബോഡി ബിൽഡ് ചെയ്യുന്നുമില്ല. ഇതുപോലെ കൃപ നമുക്ക് ധാരാളമായി ലഭിച്ചിരിക്കുന്നു. ആ കൃപ നമ്മിൽ വർക്ക് ചെയ്ത് സാൽവേഷൻ്റെ പൂർത്തിയിലേക്ക് പോകാൻ നാം അനുവദിക്കണം. ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ തീരത്തുള്ളൊരു ദ്വീപിൽ ഈ കുറ്റവാളികളെയൊക്കെ കൊണ്ടുപോയിടുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് ഒരു ആളെ കൊണ്ടുപോയി ഇംപ്രിസൺമെൻറ്റിൽ ഇട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു പ്രകോപനവുമില്ലാതെ അയാളെ കൂടെ ഉണ്ടായിരുന്നൊരു ജയിൽ പുള്ളിയെ അടിച്ചങ്ങ് കൊന്നു. അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അയാളെ കൊണ്ടുവന്ന് മെയിൻലാൻഡിലേക്ക്, സിഡ്നി ഭാഗത്തേക്ക് എന്തോ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ജഡ്ജ് അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ സഹതടവുകാരനെ കൊന്നത്? അയാൾ എന്ത് ഉപദ്രവമാണ് നിന്നോട് ചെയ്ത്, എന്ത് വൈരാഗ്യത്തിലാണ് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു വൈരാഗ്യം അദ്ദേഹത്തോടില്ല, അദ്ദേഹം എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് നീ മഹാപാതകം ചെയ്തു? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലൈഫ് ആ ദ്വീപിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല, നരകയാതനയിൽ ഇങ്ങനെ ജീവിച്ച് പോകുന്നതിൽ ഒരർത്ഥമില്ല, എനിക്കെൻ്റെ ജീവിതം അവസാനിപ്പിക്കണം. അപ്പോൾ ജഡ്ജി ചോദിച്ചതിന്, നീ അങ്ങ് ഒരു ആ കടലിലോട്ടങ്ങ് ചാടി ചത്താൽ പോരെ, വേറെ ആളെ കൊല്ലുന്നതെന്തിനാ? നീ അല്ലല്ലോ ചത്തത്, നിൻ്റെ ജീവിതമല്ലല്ലോ അവസാനിപ്പിച്ചത്, നിന്നെ ഉപദ്രവിക്കാത്ത ഒരാളെ നീ എന്തിനു കൊന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാത്തലിക്കാണ്, എൻ്റെ വിശ്വാസമനുസരിച്ച് ഞാൻ ആത്മഹത്യ ചെയ്താൽ ഞാൻ നരകത്തിൽ പോകും, ഉറപ്പാണ്. പക്ഷെ എനിക്ക് നരകത്തിൽ പോകരുത്. പകരം ഞാൻ ഒരാളെ കൊന്ന കൊലപാതകിയായാൽ എന്നെ ദ്വീപിൽ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കൊന്നൊരു അച്ഛനോട്, ഒരു പുരോഹിതനോട് കുമ്പസാരിക്കാൻ അവസരം കിട്ടും. ഞാൻ അച്ഛനോട് കുമ്പസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം പറഞ്ഞ് പാപത്തിൽ നിന്ന് ഞാൻ മോചിതനാകും. എന്നിട്ട് എന്നെ തൂക്കിക്കൊല്ലും, ഞാൻ സ്വർഗ്ഗത്തിൽ പോകും. പലപ്പോഴും നമ്മളിങ്ങനെയല്ലേ? നമുക്കറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന്, നമുക്കറിയാം ദൈവത്തെ അത് കോപിപ്പിക്കുമെന്ന്. പക്ഷെ നമുക്കൊരു കാര്യം കൂടി അറിയാം, ദൈവം നമ്മൾ ക്ഷമിക്കുമെന്ന്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുവാണ്. ഇതാണ് പലപ്പോഴും കൃപയുടെ ദുരുപയോഗം, നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ ദുരുപയോഗം എന്ന് പറയുന്നത്. ഈ കൃപയുടെ ദുരുപയോഗം അഥവാ ഈ ലോലെസ്നെസ്സിലേക്ക് പോയി അവസാനം എവിടെ എത്തുമെന്നറിയാമോ? എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുമ്പോൾ
കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഒരു യൂണിവേഴ്സലിസം എന്നൊരു സിദ്ധാന്തത്തിലെത്തും. എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ റെക്കൺസിലിയേഷൻ. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് സർവ്വലോകത്തിലെയും സകല മനുഷ്യരെയും ദൈവത്തോട് നിരപ്പിക്കാനാണ്. യേശുവിൻ്റെ ആ പാപപരിഹാര ബലിയോടുകൂടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ദൈവം തീർത്തു കഴിഞ്ഞു. ഇനി ആരും ശിക്ഷിക്കപ്പെടുകയില്ല. പാപം ചെയ്താലും ഇല്ലല്ലോ, കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. അതുപോലെ അൾട്ടിമേറ്റ് റെക്കൺസിലിയേഷൻ സെയിം തന്നെ. ആത്യന്തികമായി എല്ലാവരും കർത്താവിലേക്ക് വരും, ഒരാൾ പോലും നശിച്ചു പോകുകയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ചിലർ പഠിപ്പിക്കുന്ന ഒന്നാണ്, നരകം എന്ന ഒന്ന് ഇല്ല. സ്നേഹവാനായ ദൈവം ഒരിക്കലും നിത്യമായി ഒരാളെയും ശിക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നരകം എന്ന ഒന്ന് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ടെമ്പററിയാണ്. കുറേ നാളത്തേക്ക് അവിടെ ഒരു പരിപാടി ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞിട്ട് കയറ്റിവിടും, പിന്നെ അത് ക്ലോസ് ചെയ്യും. അങ്ങനെ വരെ ടീച്ചിങ് പോകുന്നു. പക്ഷേ ബൈബിൾ അതിനെ വിളിക്കുന്ന നിത്യ നരകം എന്നാണ്. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. എത്രയോ വ്യക്തമായി ബൈബിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒത്തിരി ദുരുപദേശങ്ങളിലേക്ക് സഭയ്ക്കകത്തുള്ള പലരും, ദുരുപദേഷ്ടക്കാരും പലരും, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ ടീച്ചിങ് കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ കൃപ എന്താണെന്നുള്ള വ്യക്തത നമ്മൾ മനസ്സിലാക്കുക. ആ കൃപയെക്കുറിച്ചുള്ള ടീച്ചിങ്സിൽ 2 എക്സ്ട്രീമിറ്റിയിലേക്ക് പലപ്പോഴും പോകുന്നു. ഒന്ന് ലീഗലിസം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളിലും നീതിപ്രവൃത്തികളിലും മോശയുടെ ന്യായപ്രമാണത്തിലൊക്കെ ആശ്രയിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമം. മറ്റേത് കൃപയുടെ ദുരുപയോഗം ചെയ്ത് ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവം ക്ഷമിക്കും എന്ന രീതിയിൽ 2ലേക്ക് പോകുന്നു. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്ക് എന്ത് അവൈലബിളാണ്? സേവിങ് ഗ്രേസ്, നമ്മെ രക്ഷിക്കുന്ന കൃപ, കൂടാതെ സസ്റ്റെയിനിങ് ഗ്രേസ്, നമ്മെ വഴി നടത്തുന്ന കൃപ. വഴി നടത്തുന്ന കൃപ നമ്മെ ഒരു ഗുരുവായി പഠിപ്പിച്ച് കൂടുതൽ വിശുദ്ധീകരിച്ച് യേശു കർത്താവിനെ പോലെയാക്കി റെഡിയാക്കി നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇത് കേട്ട് എത്ര പേർക്ക് ഈ യേശുവിന് വേണ്ടി പൂർണ്ണമായി ജീവിതം സമർപ്പിച്ച് ഈ ഗ്രേസിൽ തുടർന്ന് പോയി അവിടെ എത്താൻ ആഗ്രഹമുണ്ട്? നിങ്ങൾ നെഞ്ചിൽ കൈവെക്കാം, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവ് നൽകുന്ന സൗജന്യമായ നിത്യജീവൻ കൃപയാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ അന്ത്യശ്വാസം വരെ യേശുവിനായി, രക്ഷകനായി, വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ അങ്ങേ അനുഗമിച്ച് ദൈവകൃപയിലും വിശുദ്ധിയിലും വളരുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ തുടർന്ന് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ ചില ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഇതിൻ്റെ ശരിയുത്തരം ദയവായി സ്ക്രീനിൽ കാണുന്ന ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ നമ്പറിലേക്ക് അയയ്ക്കുക. ആകർഷകമായ സമ്മാനങ്ങൾ ഇതിൻ്റെ പിന്നാലെ ശരിയുത്തരം അയക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും